നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നേരെ നോക്കാം പ്രധാന വാർത്തകൾ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ വേദനയിൽ ലോകം. നാളെ മുതൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനം. അന്ത്യവിശ്രമം സെന്റ് മേരി മേജർ ബസിലിക്കയിൽ വേണമെന്ന മരണപത്രത്തിൽ പോപ്പ്. കർദിനാൾമാരുടെ യോഗം ഇന്ന് വത്തിക്കാനിൽ. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഒഴുകി വിശ്വാസികൾ. മാർപ്പാപ്പയോടുള്ള ആദരസൂചകമായി ഭാരതത്തിൽ 3 ദിവസത്തെ ദുഃഖാചരണം. സംസ്കാര ചടങ്ങിന് പ്രതിനിധി സംഘത്തെ അയക്കും. ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി സൗദി അറേബ്യയിലേക്ക്. ഉച്ചയോടെ സൗദിയിലെത്തുന്ന മോദി ഇന്ത്യൻ സമൂഹത്തിന്റെ സ്വീകരണത്തിൽ സംസാരിക്കും. വൈകിട്ട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച. ഊർജ്ജ പ്രതിരോധ മേഖലകളിലെ സഹകരണം ചർച്ചയാകും. വികസിത കേരളം കൺവെൻഷന്റെ ഉദ്ഘാടനം ഇന്ന് മലപ്പുറത്ത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കും. വെസ്റ്റ് ജില്ലാ കൺവെൻഷൻ രാവിലെ 10 മണിക്ക് തിരൂർ കരുണ ഓഡിറ്റോറിയത്തിൽ. മാസപ്പടി കേസിൽ വീണയടക്കമുള്ളവരുടെ മൊഴി ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. SFIO കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ച തെളിവുകളും അനുബന്ധ രേഖകളും നൽകണമെന്ന ആവശ്യം. മൊഴികൾ പരിശോധിച്ച് പ്രധാന പ്രതികളുടെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ ED. ദേവസ്വം പ്രസിഡന്റിന്റെ പേഴ്സണൽ സെക്രട്ടറി B. ബിനുവിനെതിരെ അഴിമതി അന്വേഷണം നടത്തണമെന്ന ഉത്തരവുമായി ഓംബുഡ്സ്മാൻ. ഉത്തരവ് ദേവസ്വം ജീവനക്കാർ നൽകിയ പരാതിയിൽ. ഉത്തരവിന്റെ പകർപ്പ് ജനം TVക്ക്. ജനം ബ്രേക്കിംഗ്. IPL-ൽ കൊൽക്കത്തയെ തകർത്ത് ഗുജറാത്ത്. ജയം 39 റൺസിന്. ഇന്ന് ലക്നൗ ഡൽഹി പോരാട്ടം. മത്സരം രാത്രി 7:30 ലക്നൌവിൽ. ഈ തലക്കെട്ടിൽ ചൂണ്ടിക്കാണിച്ച വാർത്തകളിലേക്കൊന്നുമല്ല, മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വഖഫ് ഭേദഗതി നിയമത്തിന്റെ പേരിൽ ബംഗാളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഹർജി നൽകിയത്. BHP ഉൾപ്പെടെയുള്ള സംഘടനകൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, ഈ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ വീണ്ടും എത്തുമ്പോൾ വീണ്ടും ഈ രാഷ്ട്രപതി ഭരണത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ ഇതിനു മുൻപുള്ള നടപടികൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ്? വീണ, ഇന്നിപ്പോൾ വീണ്ടും സുപ്രീം കോടതി ഈ ബംഗാളിലെ രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയാണ്. പ്രധാനമായും കോടതികൾ സാധാരണയായി ഇത്തരത്തിൽ രാഷ്ട്രപതി ഭരണവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ഈ രീതിയിൽ, അതായത് ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം വേണമെന്ന നിലയിലേക്കുള്ള വിധികൾ സാധാരണയായി പുറപ്പെടുവിക്കാറില്ല. എന്നാൽ ബംഗാളിലെ അസാധാരണമായ സാഹചര്യത്തിൽ എന്ത് തരത്തിലുള്ള നിലപാടെടുക്കും എന്നതാണ് ഏറെ ശ്രദ്ധേയമാകേണ്ടത്. കഴിഞ്ഞ ദിവസം ഈ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യം, അതായത് നിലവിൽ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ചില വിവാദ പരാമർശങ്ങൾ ചില കോണുകളിൽ നിന്നും രൂപപ്പെട്ടത് നമുക്കറിയാം. പ്രത്യേകിച്ച് BJP MP നിഷികാന്ത് ദുബെ പറഞ്ഞൊരു കാര്യം, അടുത്ത കാലത്ത് ഈ കോടതികൾ ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുകയോ അല്ലെങ്കിൽ സ്വന്തമായി നിയമം ഉണ്ടാക്കാനാണ് ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ പാർലമെന്റ് അടച്ചിടേണ്ടി വരും എന്നൊരു പ്രസ്താവന BJP MP നിഷികാന്ത് ദുബെയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഒപ്പം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും ജുഡീഷ്യറിയുടെ നിലപാടുകളെ ചില രീതിയിൽ അദ്ദേഹം വിമർശിക്കുകയും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാം. അപ്പോൾ ഈ വിഷയം ഇന്നലെ സുപ്രീം കോടതി ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ജസ്റ്റിസ് ഗവായി ചൂണ്ടിക്കാണിച്ചത് നിലവിൽ തന്നെ ജുഡീഷ്യറിക്കെതിരെ വിമർശനങ്ങളുണ്ട്. അതായത് എക്സിക്യൂട്ടീവിലേക്കും അതോടൊപ്പം തന്നെ ഈ പാർലമെൻറ്റിൻ്റെയും അധികാരത്തിലേക്ക് ജുഡീഷ്യറി കൈയടത്തുന്നു എന്ന വിമർശനം വിവിധ കോണുകളിൽ നിൽക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്നൊരു വിധി സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവിടാൻ കഴിയുക എന്നൊരു പരാമർശം ഇന്നലെ സുപ്രീം കോടതി നടത്തിയിരുന്നു. അതിന് ശേഷമാണ് ഇന്നത്തേക്ക് ഈ ഹർജികൾ പരിഗണിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതിനാൽ സുപ്രീം കോടതി ഒരു സംസ്ഥാനത്ത്, അത് ബംഗാളെന്നല്ല ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരാണ് പൊതുവെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താറുള്ളത്. അങ്ങനെ കോടതികൾ അങ്ങനെ ഒരു നിലപാട് എടുത്തതായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയത്തില്ല. എന്തായാലും ഇന്നിപ്പോൾ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങളെ എങ്ങനെയാണ്
കോടതി വിലയിരുത്താൻ പോകുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാകും. കാരണം ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ വ്യാപകമായ ആക്രമണമാണ് കലാപമായി മാറിയത്. പ്രത്യേകിച്ച് മുർഷിദാബാദ് പോലെയുള്ള സ്ഥലങ്ങളിൽ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഏതാണ്ട് 500ഓളം ഹിന്ദു കുടുംബങ്ങൾ പലായനം ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യേണ്ട സാഹചര്യമുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഹർജി നൽകിയിരിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ആവശ്യം 2021 സമാനമായ രീതിയിലുള്ളൊരു കലാപം ബംഗാളിൽ നടന്നിരുന്നു. അതായത് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വീണ്ടും എത്തുന്ന ഘട്ടത്തിൽ 2021 തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്ക് തുടർച്ചയായ 3ാം തവണയും തുടർഭരണം ലഭിച്ചപ്പോൾ അതിൻ്റെ ആഹ്ലാദ പ്രകടനത്തിൽ തീവ്ര മുസ്ലിം സംഘടനകൾ വ്യാപക കലാപം ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ നടത്തുകയും ഹിന്ദുക്കൾ ആസാം പോലെയുള്ള ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നും രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലെത്തിയിരുന്നു. അതിനാൽ ഇപ്പോഴത്തെ കലാപവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികളും പഴയ ഹർജികളും ഒരുമിച്ച് പരിഗണിക്കണമെന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനാൽ സുപ്രീം കോടതി ഇന്ന് ഈ വിഷയത്തിൽ എന്ത് തരത്തിലുള്ള പരാമർശം നടത്തുമെന്നതാണ് ശ്രദ്ധേയമാകുക. വീണ, തീർച്ചയായും അത് രാജ്യമൊട്ടാകെ നടക്കുന്ന പ്രശ്നങ്ങളുടെ തന്നെ ഒരു കമന്റ് ആവുകയും ചെയ്യും. കാരണം ഈ വഖഫ് ഭേദഗതി നിയമത്തിന്റെ പേരിലാണല്ലോ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കലാപങ്ങൾ അഴിച്ചുവിട്ടത്. ആ പശ്ചാത്തലത്തിൽ വരുന്ന ഹർജിയിൽ വരുന്ന തീരുമാനം എന്തായാലും അത് രാജ്യത്തൊട്ടാകെയും അതിന് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു വിഷയത്തിലേക്ക് പോകാം. ആറ്റിങ്ങൽ ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിൽ വിപ്ലവഗാനം പാടിയത് ക്ഷേത്ര ഭാരവാഹികളുടെ ആവശ്യപ്രകാരമെന്ന ഗായകൻ അലോഷി. വിപ്ലവഗാനം പാടുന്നതിന് മുൻപ് തന്നെ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് ക്ഷേത്ര ഭാരവാഹികളോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അലോഷി വ്യക്തമാക്കുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ തന്നെ പറയുമ്പോൾ നമുക്ക് പാടാതെ പോകാൻ കഴിയുന്നില്ല. ഓക്കെ, നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. അത്രേ വിനീഷ് ചേർന്ന് വിവരങ്ങളുമായി. വിനീഷ്, ഈ അക്ഷരാർത്ഥത്തിൽ തന്നെ ഈ ക്ഷേത്ര പശ്ചാത്തലത്തിൽ ഈ ഗാനം കേൾക്കുമ്പോൾ അവിടുത്തെ ഒരു വൈരുദ്ധ്യാത്മകത നമുക്ക് വ്യക്തമാവുകയാണ്. എന്താണ് ഈ ക്ഷേത്ര ഭാരവാഹികൾ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അട്ടിമറിയെന്നോ ഗൂഢാലോചനയെന്നോ ഒക്കെ വ്യക്തമായി തന്നെ പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഇത്തരത്തിലുള്ള വിപ്ലവ ഗാനങ്ങൾ ആലപിക്കുന്നതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. വിനീഷ്, തീർച്ചയായിട്ടും വീണ, ആദ്യമേ ഗുഡ് മോർണിംഗ്. എന്തായിരുന്നാലും നിലവിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നമ്മൾ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ വാർത്ത ജനം ടി വി ഈ വിപ്ലവ ഗാനം ആറ്റിങ്ങൽ അവനവഞ്ചേരി ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിൽ ഈ വിപ്ലവ ഗാനം പാടിയതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ജനം ടി വി പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ അവിടെ കോൺഗ്രസും പ്രാദേശിക കോൺഗ്രസ് ഘടകവും ഒപ്പം തന്നെ BJPയുടെ പ്രാദേശിക മണ്ഡലം ഘടകവും ഇത്തരത്തിലുള്ള പരാതി നൽകിയിരുന്നു. ഈ വിപ്ലവ ഗാനം പാടിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കൃത്യമായ നടപടി വേണം. ഹൈക്കോടതിയുടെ പരാമർശം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആ വിപ്ലവ ഗാനത്തിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കോൺഗ്രസും BJPയും പരാതി നൽകിയിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇതുവരെയും നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒപ്പം എടുത്തു പറയേണ്ടത്, അതിന്റെ ഏറ്റവും പുതിയത് ആയി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുക, ഈ വിപ്ലവഗാനം പാടുന്നതിന് മുമ്പായി തന്നെ അലോഷി വ്യക്തമാക്കുന്നുണ്ട്, ഞാൻ ഈ പാട്ട് പാടി കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ഷേത്ര ഭാരവാഹികൾ ഏറ്റെടുക്കണമെന്ന കൃത്യമായ ഒരു നിർദ്ദേശം അലോഷി വ്യക്തമാക്കുന്നുണ്ട്. അവിടെ ഭരണസമിതി നടത്തുന്നത്, ആ ക്ഷേത്രത്തിന്റെ ഭരണസമിതി എന്ന് പറയുന്നത് CPM ചുമതലയിലുള്ള ആളുകളാണ്. CPMന്റെ പ്രാദേശിക നേതാക്കളാണ് അവിടെയുള്ള ക്ഷേത്രത്തിന്റെ ഭരണസമിതിക്കാർ. ആ ഭരണസമിതിക്കാരുടെ നിർദ്ദേശമാണ് ഇത്തരത്തിൽ അലോഷി പാട്ട് അല്ലെങ്കിൽ ഈ വിപ്ലവഗാനം പാടുന്നത് എന്നാണ് നമുക്ക് അലോഷി പരസ്യമായി തന്നെ താൻ പാടാൻ പോകുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും കനിക്കുന്ന തരത്തിലുള്ള ഒരു പാട്ടോ അല്ലെങ്കിൽ വിപ്ലവഗാനമോ ആലപിക്കാൻ പാടില്ല എന്ന് അലോഷിക്ക് വ്യക്തമായി തന്നെ നേരത്തെ ഹൈക്കോടതിയുടെ, നമുക്കറിയാം കടക്കൽ ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള വിപ്ലവഗാനവുമായി പാടിയതുമായി ബന്ധപ്പെട്ട അലോഷി വലിയ വിവാദങ്ങളിൽ അകപ്പെട്ടു നിന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ തന്നെയായിരിക്കണം
അലോഷി രണ്ടാമത് ഈ ഇണ്ടളയപ്പൻ ക്ഷേത്രത്തിൽ ഗാനം പാടാൻ ക്ഷേത്ര ഭരണ സമിതിക്കാർ ആവശ്യപ്പെടുന്ന സമയത്ത് കൃത്യമായി പറയുന്നു, ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ ക്ഷേത്ര ഭരണ സമിതിക്കാരായ നിങ്ങൾ ഏറ്റെടുക്കണം, അത് എന്നെ ബാധിക്കരുത് എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശം ഇണ്ടളയപ്പൻ ക്ഷേത്രത്തിൽ പാടുന്നതിന് മുമ്പായി അലോഷി വ്യക്തമാക്കുന്നുണ്ട്. കൃത്യമായി തന്നെ അവിടുത്തെ പ്രാദേശിക CPM കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വിപ്ലവ ഗാനം പാടാൻ ഈ അലോഷിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ ഹൈക്കോടതിയുടെ ഒരു വിമർശനം ഉണ്ടായ ഘട്ടത്തിൽ ഇതിനെ ഒഴിവാക്കാമായിരുന്നു, അലോഷിക്ക് വ്യക്തിപരമായി തന്നെ ഈ വിപ്ലവഗാനം പാടുന്നത് ഒഴിവാക്കാമായിരുന്നു എന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ ഘട്ടത്തിൽ പോലീസിൽ കോൺഗ്രസും BJPയും ഈ വിഷയത്തിൽ ജനൻ TV വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ പോലീസ് നിലപാട് പരാതി സ്വീകരിക്കാൻ സാധിക്കില്ല എന്നെ സംബന്ധിച്ചുള്ള നിലപാടാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും അലോഷി പറയുന്ന പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് ക്ഷേത്ര ഭരണ സമിതിക്കാർ ഏറ്റെടുക്കണമെന്ന കൃത്യമായ രീതിയിലുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് അലോഷി മുന്നോട്ട് വെക്കുന്നത്. എന്തായിരുന്നാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി കൂടുതൽ ഈ വിഷയത്തിൽ കൂടുതൽ കുറ്റക്കാരായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടുത്തെ പ്രാദേശിക CPM നേതാക്കളെയും ഒപ്പം തന്നെ പ്രാദേശിക ഘടകത്തിലെ CPM നേതാക്കളുടെ സമ്മർദ്ദം മൂലമാണ് അലോഷി ഇത്തരത്തിൽ ഈ ആറ്റിങ്ങലിലെ അവനവഞ്ചേരി ഇണ്ടളയപ്പൻ ക്ഷേത്രത്തിൽ ഈ വിപ്ലവ ഗാനം പാടിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ. ശരി വിനീഷ്, അമ്പലത്തിൽ ഭക്തിഗാനങ്ങളും ഭജനയും പോരെ എന്ന് ചോദിക്കുന്നു പ്രേക്ഷകർ. തീർച്ചയായും അതാണ് ഔചിത്യം, അതാണ് ശരി. ഓരോരുത്തർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തത ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും എന്ന സാഹചര്യമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഇതിന് പിന്നിൽ ഗൂഢാലോചനകൾ അല്ലെങ്കിൽ കൃത്യമായി ആസൂത്രണത്തോടെ നടത്തുന്നതാണോ എന്ന സംശയമൊക്കെ നമുക്ക് ഉയരുന്നത് സ്വാഭാവികം തന്നെയാണ്. ഏതായാലും നോക്കാം ഇതുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ പോകുമ്പോൾ എന്താണ് പിന്നീട് സംഭവിക്കുന്നത്. ഭൂമിയുടെ സംരക്ഷണമാണ് ലോക ഭൗമദിനത്തിൻ്റെ ലക്ഷ്യം. ഇന്ന് ലോക ഭൗമദിനമാണ്. മനുഷ്യൻ്റെ ഇടപെടലാണ് ഭൂമിയുടെ നിലനിൽപ്പ്. അന്തരീക്ഷ മലിനീകരണവും അന്തരീക്ഷത്തിലെ കാർബണിൻ്റെ അളവ് വർദ്ധിക്കുന്നതും വനനശീകരണവുമെല്ലാം ഭൂമിയിൽ ചൂട് കൂടാൻ കാരണമാകുന്നു. നമ്മുടെ ഭാവി തലമുറയ്ക്കായി നമുക്ക് ഭൂമിയെ സംരക്ഷിക്കാം. അത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. കാണാം ഇന്നലകൾ ഇന്ന്. ഇന്ന് ലോക ഭൗമദിനം. ഭൂമിയുടെ സംരക്ഷണമാണ് ഭൗമദിനാചരണത്തിന്റെ ലക്ഷ്യം. ജനങ്ങളിൽ പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 1970 ഏപ്രിൽ 22-ന് അമേരിക്കൻ ഐക്യനാടുകളിലാണ് ആദ്യത്തെ ഭൗമദിനം ആചരിച്ചത്. ഭൂമിയുടെ നിലനിൽപ്പ് മനുഷ്യന്റെ ഇടപെടലിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മനുഷ്യന് ഭൂമിയെ സംരക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാം. ഈ നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും ഭൂമിയിലെ ചൂട് 4 ഡിഗ്രിയെങ്കിലും കൂടുമെന്നാണ് UN പഠന സംഘത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ധനങ്ങളായ പെട്രോളും മറ്റും കത്തുമ്പോൾ പുറത്തുവിടുന്ന കാർബൺ അന്തരീക്ഷത്തിൽ നിറയുന്നതാണ് ക്രമാതീതമായി വർദ്ധിക്കുന്ന ചൂടിന് പിന്നിലുള്ള അടിസ്ഥാന കാരണം. ഇവ ആഗിരണം ചെയ്യുവാൻ ആവശ്യമായ വനങ്ങളും മറ്റ് സസ്യാവരണങ്ങളും കുറഞ്ഞതോടെ ഈ കാർബൺ അന്തരീക്ഷത്തിൽ തന്നെ അവശേഷിക്കുന്നു. പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഈ പ്രതിസന്ധിക്കുള്ള ഏക പരിഹാരം. ഇതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് ലോകത്തിന്റെ പ്രതീക്ഷ. നാളത്തെ തലമുറയുടെ ദുർവിധി തിരുത്തുകയാണ് ലോക ഭൗമദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2025 ലോക ഭൗമദിന പ്രമേയം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നതാണ്. പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിലേക്ക് മാറുന്നതിനും സുസ്ഥിരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നതിനുമുള്ള ജനങ്ങളുടെയും സംഘടനകളുടെയും സർക്കാരുകളുടെയും പൊതു ഉത്തരവാദിത്വത്തിലാണ് ഈ പ്രമേയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2030 ആകുമ്പോഴേക്കും ലോകമെമ്പാടും ഉൽപ്പാദിപ്പിക്കുന്ന പുനരുപയോഗ ഊർജത്തിന്റെ അളവ് 3 ഇരട്ടിയാക്കുക എന്നതാണ് ലക്ഷ്യം. വൃക്ഷങ്ങൾ നടുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക എന്നതും ഏറെ പ്രാധാന്യമർഹിക്കുന്നു. വരും തലമുറയ്ക്കായി ഭൂമിയെ നമുക്ക് സംരക്ഷിക്കാം. ഒരു മരമെങ്കിലും നടാം, നല്ലൊരു നാളേക്കായി. അത് വളരെ പ്രധാനമാണ്. ഒരു മരം നടുക എന്നാൽ ഒരു ജീവൻ നൽകുക എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ജീവനിൽ നിന്ന് എത്രത്തോളം ജീവനുകൾക്ക് സർവൈവ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഇതിനോടകം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത കാലയളവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ എല്ലാവരും ഈ ഭൗമദിനത്തിൽ അങ്ങനെ ഭൂമിയെ സംരക്ഷിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുമെന്ന വിശ്വാസമുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷന്റെ ഉദ്ഘാടനം ഇന്ന് മലപ്പുറം ജില്ലയിൽ നടക്കും. വെസ്റ്റ് ജില്ലാ കൺവെൻഷൻ രാവിലെ 10 മണിക്ക് തിരൂർ കരുണ ഓഡിറ്റോറിയത്തിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുക. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, വലിയ പങ്കാളിത്തത്തോടെ വികസിത കേരളത്തിലേക്ക് നടക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ. വിവരങ്ങൾ എന്തൊക്കെയാണ്?
വീണ, വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി BJP സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്ന ജില്ലാ കൺവെൻഷനുകൾക്ക് ഇന്നലെ തൃശ്ശൂരിലാണ് തുടക്കം കുറിച്ചത്. ഇന്ന് രണ്ടാം ദിനമാണ്. രണ്ടാം ദിനത്തിൽ മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹം കൺവെൻഷനിൽ പങ്കെടുക്കുക. മലപ്പുറം ജില്ലയിലെ വെസ്റ്റ് ജില്ലാ കൺവെൻഷനാണ് ഇന്ന് നടക്കുക. തിരൂരിലെ കരുണ ക്ലാസിക് ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 10 മണിക്കാണ് കൺവെൻഷൻ നടക്കുക. അതിന് മുന്നോടിയായി ഏകദേശം 8:30യോടുകൂടി വെസ്റ്റ് ജില്ലയുടെ കോർ കമ്മിറ്റി യോഗവും നടക്കുന്നുണ്ട്. അതിന് തൊട്ട് മുൻപായി വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനവും രാജീവ് ചന്ദ്രശേഖർ നിർവഹിക്കും. ഏകദേശം 8 മണിയോടുകൂടി തിരുനാവായയിലാണ് ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തിക്കുക. അതിൻ്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. ഇന്നലെ തൃശ്ശൂരിൽ ആരംഭിച്ച ഈ കൺവെൻഷനിൽ പ്രധാനമായും കേരളത്തെ മാറ്റം വരുത്തുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് മുന്നിൽ ഉള്ളത്. രാജ്യം വികസിക്കുമ്പോൾ അല്ലെങ്കിൽ വികസിത ഭാരതത്തിൽ മാറാത്ത കേരളവും ഇനി മാറും എന്ന മറ്റൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം കൂടി ഈ ഒരു കൺവെൻഷനുകളിൽ ഉയർത്തുന്നുണ്ട്. അതായത് ഇനി മുതൽ അങ്ങോട്ട് കേരളത്തിൽ മാറ്റത്തിന്റെ കാലമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കൺവെൻഷനുകൾക്കാണ് ഇന്നലെ തുടക്കം കുറിച്ചിരിക്കുന്നത്. മെയ് 10 തീയതി വരെയാണ് ഇത്തരത്തിൽ 30 ജില്ലാ സെന്ററുകളിലും ജില്ലാ കമ്മിറ്റികളിലും നടക്കുന്ന ഈ കൺവെൻഷനുകൾ നടക്കുന്നത്. ഇത്തരത്തിൽ ഓരോ ജില്ലയിലും പുതുതായി രൂപീകരിച്ച ജില്ലകളിലടക്കം ഇത്തരത്തിൽ കൺവെൻഷനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യമായി തന്നെ പങ്കെടുക്കുന്ന ഇത്തരത്തിൽ താഴെ തട്ടിലേക്ക് ഇറങ്ങി ചെന്നുള്ള ഒരു പ്രത്യേക പരിപാടി കൂടിയാണ് ഇത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് അടുത്ത ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴെ തട്ടിൽ പ്രവർത്തനം ഊർജിതപ്പെടുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് ഏറ്റവും പ്രധാനമായി ഉയർത്തുന്ന മുദ്രാവാക്യവും ഇതുതന്നെയാണ്. വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നത്. ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മറ്റു സംസ്ഥാനങ്ങളടക്കം വലിയ രീതിയിൽ തന്നെ മാറുമ്പോൾ കേരളം പതിറ്റാണ്ടുകളായി മാറാതെ നിൽക്കുന്നു. അല്ലെങ്കിൽ മുൻപ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും മറ്റ് പല മേഖലകളിലും മുന്നിട്ട് നിന്നിരുന്ന കേരളം പിന്നീട് പിന്നോട്ട് കുതിക്കുന്ന അല്ലെങ്കിൽ പിന്നോക്കം പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വർഷങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ ഭാരതം കുതിക്കുമ്പോൾ മാറാത്ത കേരളം ഇനി മാറും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെ കൃത്യമായ ലക്ഷ്യബോധത്തോടെയുള്ള ഒരു കൺവെൻഷനുകൾക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്ന് മലപ്പുറം ജില്ലയിൽ വെസ്റ്റ് ജില്ലാ കൺവെൻഷൻ, അതിനുശേഷം മെയ് 8 തീയതി സെൻട്രൽ ജില്ലാ കൺവെൻഷനും ഈസ്റ്റ് ജില്ലാ കൺവെൻഷനും രണ്ടും മെയ് 8 തീയതിയാണ് നടക്കുക. പ്രത്യേകിച്ച് താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് അണികളെ ത്രിതല തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ഒരുക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഓരോ ജില്ലയിലും പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട കാര്യങ്ങൾ അത് ജില്ലാ നേതാക്കളുമായി ചർച്ച ചെയ്യും. പിന്നീട് ആ ജില്ലയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഏകോപിപ്പിക്കേണ്ടതും രൂപീകരിക്കേണ്ടതും ആവിഷ്കരിക്കേണ്ടതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ കൺവെൻഷനുകൾക്ക് മുൻപായി കോർ കമ്മിറ്റി യോഗം അടക്കമുള്ളവ ചേരുന്നത്. അതോടൊപ്പം തന്നെ കൃത്യമായി തന്നെ താഴെ തട്ടിലടക്കം ഉള്ള പ്രവർത്തകരെ ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ഊർജം നൽകുക എന്നത് പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെയാണ്. ആ തീരുമാനം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ഇപ്പോൾ താഴെ തട്ടിലുള്ള പ്രവർത്തനം സജീവമാക്കിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രാഥമികമായ ഓരോ പരിപാടി തന്നെയാണ് ഇപ്പോൾ ഈ കൺവെൻഷനുകൾ സംഘടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് വീണ. ഓക്കെ, ശരി ശിവദാസ്. പ്രവർത്തകരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി മാറുകയാണ് വികസിത കേരളം കൺവെൻഷനുകൾ. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കാനും കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ വികസിത കേരളം കൺവെൻഷനുകളും ജില്ലാ നേതൃയോഗങ്ങളും സംഘടിപ്പിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ആരംഭിച്ച വികസിത കേരളം കൺവെൻഷനുകൾ പ്രവർത്തകർ ഏറ്റെടുത്തു. തൃശൂർ സിറ്റി ജില്ലയിലെ കൺവെൻഷനോടെയാണ് മെയ് 10 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കമായത്. ഉച്ചയ്ക്ക് ശേഷം തൃശൂർ സൗത്ത് ജില്ലയിലും കൺവെൻഷൻ നടന്നു. ആയിരക്കണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യം കൊണ്ട് കൺവെൻഷനുകൾ ശ്രദ്ധേയമായി. താൻ നേതാവാകാനല്ല വന്നത്, മറിച്ച് തന്റെ പ്രവർത്തകരെ നേതാക്കളാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് അധ്യക്ഷ പദവിയിലെത്തിയതെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മാറ്റം. BJP NDA മാത്രമേ ഈ മാറ്റം ഇവിടെ കൊണ്ടുവരാൻ ഒരു കഴിവും താല്പര്യമുള്ളൂ. ആ ജനങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുക എൻ്റെ ഒരു അഭ്യർത്ഥന. എൻ്റെ ചുമതല സംസ്ഥാന പ്രസിഡന്റായി കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഒരു പ്രാവശ്യമല്ല 2-3 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. എൻ്റെ ചുമതല ഈ വികസിത കേരളത്തിന് വേണ്ടി നമ്മുടെ പാർട്ടിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തിക്കുന്നവരെല്ലാവരെയും
സപ്പോർട്ട് ചെയ്ത് പിന്തുണ കൊടുത്ത് അവരെ നേതാവാക്കാനാണ് ഞാൻ എന്റെ ചുമതലയായിട്ട് കാണുന്നത്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങൾ വോട്ടർമാരിലേക്ക് എത്തിക്കുകയാണ് കൺവെൻഷനിലൂടെ BJP ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം കേന്ദ്ര സർക്കാർ പദ്ധതികൾ കേരളം മറ്റു പേരുകളിൽ അവതരിപ്പിക്കുന്നത് തുറന്നു കാട്ടാനും പ്രവർത്തകർക്ക് കൺവെൻഷനിലൂടെ നിർദ്ദേശം നൽകുന്നു. കൺവെൻഷന്റെ 2ാം ദിനമായി ഇന്ന് രാവിലെ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയിലും തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയിലുമാണ് കൺവെൻഷനുകൾ നടക്കുന്നത്. ജനം, തൃശൂർ. ദേവസ്വം പ്രസിഡന്റിന്റെ പേഴ്സണൽ സെക്രട്ടറി ബി ബിനുവിനെതിരെ അഴിമതി അന്വേഷണം നടത്തണമെന്ന ഉത്തരവുമായി ഓംബുഡ്സ്മാൻ. ഇയാൾക്കെതിരെ ദേവസ്വം ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ്. ബി വിനീഷ് ചേർന്ന വിവരങ്ങളുമായി. വിനീഷ്, അഴിമതി അന്വേഷണം ബിനുവിനെതിരെ വരുമ്പോൾ അത് നടത്തണം എന്ന ആവശ്യം ഉത്തരവ് ഓംബുഡ്സ്മാൻ ഇറക്കുമ്പോൾ അത് നൽകിയത് ഈ ദേവസ്വം ജീവനക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള പരാതിയുടെ ഉള്ളടക്കം എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്? ഈ ഉത്തരവിൻ്റെ പകർപ്പ് നമുക്ക് ലഭ്യമാകുമ്പോൾ അതിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അതിൻ്റെ പകർപ്പാണ്. എന്തൊക്കെയാണ് ആ പരാതിയിൽ ജീവനക്കാർ ഉന്നയിച്ചിരിക്കുന്നത്? വീണ, ദേവസ്വം പ്രസിഡന്റ് പേഴ്സണൽ സെക്രട്ടറി ആയിരിക്കുന്ന ബിനുവിനെതിരെയാണ് ഇത്തരത്തിലുള്ള ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ആ ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഓംബുഡ്സ്മാൻ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന ഒരു നിർദ്ദേശവും ദേവസ്വം ബോർഡിന് നൽകിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പേഴ്സണൽ സെക്രട്ടറിയായി ബിനു തുടരുന്ന സാഹചര്യങ്ങളിൽ തുടരുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ വലിയ അഴിമതികളാണ് ദേവസ്വം ബോർഡിനുള്ളിൽ നടത്തുന്നത് എന്ന ആക്ഷേപം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണം തന്നെയാണ് സഹപ്രവർത്തകരും സഹജീവനക്കാരും ദേവസ്വം ബോർഡിലെ ജീവനക്കാരും ഉയർത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയാൻ സാധിക്കുന്നത്, ചില ക്ഷേത്രങ്ങളിലെ ടെൻഡറുകൾ വിളിച്ചതിൽ ദേവസ്വം പ്രസിഡന്റ് പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള ബിനു ഇടപെട്ടു. അതിൽ വലിയ അഴിമതി നടത്തിയിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ അടക്കമാണ് ജീവനക്കാർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ചില ജീവനക്കാരോട് ഈ ബിനുവിന്റെ പെരുമാറ്റം, താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സെക്രട്ടറിയാണ്, പേഴ്സണൽ സെക്രട്ടറിയാണ്, അതുകൊണ്ട് തന്നെ തന്നെയും ഇത്തരത്തിലുള്ള വിനയത്തോടു കൂടി പെരുമാറേണ്ടതുണ്ട്, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം നിങ്ങളെ സ്ഥലം മാറ്റും എന്നതടക്കമുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതികാര നടപടി സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ പല ഘട്ടങ്ങളിലായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പേഴ്സണൽ സ്റ്റാഫ് എന്ന രീതിയിൽ ഇദ്ദേഹം നടത്തുന്നു എന്ന ആക്ഷേപങ്ങളാണ് ജീവനക്കാർ എത്തുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇത്തരത്തിലാണ്. ഈ തിരുവല്ലം ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ബിനു പ്രസിഡന്റിനെ സ്വാധീനിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ അന്നദാനം നടത്തുന്നതിന്റെ എണ്ണം വർദ്ധിപ്പിച്ചു. ഈ അന്നദാനം നടത്തുന്നതിന്റെ എണ്ണം വർദ്ധിപ്പിച്ചതിലൂടെ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തി, വഴിപാടുകളിൽ കൃത്രിമം കാണിച്ചു. ഇങ്ങനെ നിരവധി തെളിവുകളാണ് സഹപ്രവർത്തകരായ ജീവനക്കാർ ദേവസ്വം ബോർഡ് സെക്രട്ടറിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ആദ്യം പരാതി നൽകുന്നു. ആ പരാതി മുഖവിലക്കെടുക്കാത്ത ഘട്ടത്തിലാണ് ഇവർ കോടതിയെ സമീപിക്കുന്നതും കോടതിയുടെ അന്വേഷണ ഉത്തരവ് ഇപ്പോൾ പുറത്തു വരുന്നതും. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ നിരവധി ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ തന്നെയാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പേഴ്സണൽ സെക്രട്ടറിയായ ബിനുവിനെതിരെ ഉയർന്നിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഒപ്പം തന്നെ വനിതാ ജീവനക്കാരോട് മോശമായി പെരുമാറിയത് സംബന്ധിച്ചുള്ള മറ്റൊരു പരാതിയും നേരത്തെ ബിനുവിനെതിരെ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം സെക്രട്ടറിക്കും നൽകിയിരുന്നു. ആ പരാതിയിൽ പോലും കൃത്യമായ അന്വേഷണം നടത്താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ സെക്രട്ടറിയോ തയ്യാറാകാത്ത സാഹചര്യമാണ്. ഉന്നത CPM നേതാക്കളുടെ ബന്ധം കൊണ്ടാണ് ഇത്തരത്തിൽ CPMന്റെ വലിയ നേതാവായ ബിനുവിനെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്ന ആക്ഷേപം തന്നെയാണ് ജീവനക്കാർ ഇപ്പോൾ ഉയർത്തുന്നത്. ഒടുവിൽ ഗതികെട്ടാണ് ജീവനക്കാർ പരസ്യമായി തന്നെ രംഗത്തെത്തി കോടതിയെ സമീപിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ഓംബുഡ്സ്മാന് മുന്നിൽ ജീവനക്കാർ തന്നെ നിരത്തിയതിന്റെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നടപടിയും അന്വേഷണത്തിനും ഓംബുഡ്സ്മാന്റെ ഒരു ശുപാർശ, അഴിമതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ശുപാർശ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, ഉത്തരവും പുറത്തു വന്നിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി വിനീഷ്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിൽ കേരള സർവകലാശാലയെ പങ്കാളികളാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങൾ. സർക്കാർ നടപടി ഗവേഷണ പദ്ധതികളടക്കം പ്രതിസന്ധിയിലാക്കും, തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് നൽകി. ടിൻഡു ദാസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടിൻഡു, പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. ഈ വികസിത കേരളം ഈ 4ാം വാർഷികാഘോഷം, സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങൾ നടക്കുമ്പോൾ സർക്കാരിൻ്റെ പാർട്ടി പരിപാടിയിൽ ഈ കേരള സർവകലാശാലയെ കൂടി പങ്കാളികളാക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഗവേഷണ പദ്ധതികളടക്കം പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാഹചര്യം അത് ആർക്കും കേട്ടാൽ മനസ്സിലാകുന്നത് തന്നെയുള്ളൂ. ഇത് പുനഃപരിശോധിക്കണമെന്നുള്ള ഒരു പരാതി അല്ലെങ്കിൽ ഒരു കത്ത് വിദ്യാഭ്യാസ മന്ത്രിക്ക് ലഭിക്കുമ്പോൾ പക്ഷെ അതെങ്ങനെ പരിഗണിക്കപ്പെടും എന്ന ആശങ്ക കൂടി ഉണ്ട്. ടിൻഡു.
തീർച്ചയായിട്ടും വീണ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷമായിട്ടുള്ള എൻ്റെ പരിപാടികൾ എന്ന പ്രചരണ പരിപാടിയിൽ സർവകലാശാലകളെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിലുള്ള വിമർശനവും അതോടൊപ്പം തന്നെ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഗവർണർക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയത്. സർക്കാരിൻ്റെ തുടർഭരണം എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരിക്കാം. അതിന് പാർട്ടിക്കും ചിലപ്പോൾ പങ്കുണ്ടായിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള പ്രചരണ പരിപാടികൾ സർക്കാരിൻ്റെ ഇംഗിതത്തോട് പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ഇംഗിതത്തോടു കൂടി നടത്തുന്ന പ്രചാരണ പരിപാടികളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള സർവകലാശാലകളെ ഉൾപ്പെടുത്തുന്നത് ഭൂഷണമല്ല എന്നാണ് ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ എൻ്റെ കേരളം പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്തെ പൊതു സർവകലാശാലകളെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുമായിട്ട് സംവദിക്കുന്നതിനും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി വരുന്ന പരിപാടികളിൽ ആളെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നതിനും ഒക്കെ വലിയ രീതിയിലുള്ള എതിർപ്പ് ഇതിനോടൊക്കെ ഉയർന്നിട്ടുണ്ട്. കോട്ടയത്തും തിരുവനന്തപുരത്തും നടത്തുന്ന പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ പൊതു സർവകലാശാലകളിൽ നിന്നും ഏതാണ്ട് 250-ലധികം കുട്ടികളെ അവിടെ കൊണ്ടുവരാനും സർവകലാശാലയുടെ ചെലവിൽ കൊണ്ടുവരാനും മുഖ്യമന്ത്രിയുമായിട്ട് സംവാദം നടത്താനുമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 1000 ചതുരശ്ര അടി മീറ്ററിൽ അല്ലെങ്കിൽ 1000 ചതുരശ്ര അടി മീറ്ററിലാണ് ഇതിനു വേണ്ടിയിട്ട് സൗകര്യങ്ങൾ സർക്കാരിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രചരണ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത്. വീഡിയോ പ്രൊമോ, അതോടൊപ്പം തന്നെ പ്രൊമോഷൻ, അതോടൊപ്പം തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വലിയ തുക സർവകലാശാലകൾ തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ സർവകലാശാലകൾക്കുള്ള തുക കുത്തനെ വെട്ടിക്കുറച്ച സാഹചര്യത്തിൽ അതിലൊരു സാമ്പത്തിക ബാധ്യതയും അതോടൊപ്പം തന്നെ സാമ്പത്തിക ഞെരുക്കവും തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സർവകലാശാലകൾക്ക് മേൽ അധിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്നത് എന്നൊരു ആക്ഷേപവും ഇതിനോടകം തന്നെ ഉയർന്നുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഈ പ്രചരണ പരിപാടികളിൽ പാർട്ടിയുടെ ഇഷ്ടത്തോട് നടക്കുന്ന പ്രചരണ പരിപാടികളിൽ ഈ പൊതു സർവകലാശാലകളെ ഉൾപ്പെടുത്തുന്നതിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഗവർണർക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. വീണ. ഓക്കെ, ശരി ടിൻഡു. എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് വയനാട്ടിൽ ഇന്ന് തുടക്കമാകും. മന്ത്രി OR കേളു മേള ഉദ്ഘാടനം ചെയ്യും. കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ ഇന്നു മുതൽ 28 വരെയാണ് പ്രദർശനമേള നടക്കുക. ഭരണകൂടവും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും സംയുക്തമായാണ് മേള നടത്തുന്നത്. കിഫ്ബിയാണ് പ്രദർശന വിപണന മേളയ്ക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കുന്നത്. മേളയിൽ 195ഓളം സ്റ്റാളുകൾ പ്രവർത്തിക്കും. 125ഓളം തീം സ്റ്റാളുകളും 70ഓളം വാണിജ്യ സ്റ്റാളുകളുമാണ് പ്രവർത്തിക്കുക. സ്റ്റാർട്ടപ്പ് മിഷൻ, ടൂറിസം, കിഫ്ബി, സ്പോർട്സ് വകുപ്പുകൾക്കായി പ്രത്യേക പവലിയനുകൾ ഒരുക്കുന്നുണ്ട്. ഉദ്ഘാടന ദിവസമായ ഇന്ന് ആൽമരം ബാൻഡ് അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നടക്കും. കൂടാതെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ മേളയിൽ സെമിനാറുകളും സംഘടിപ്പിക്കും. ഇന്ന് ജില്ലാതല യോഗത്തിൽ ക്ഷണിക്കപ്പെട്ട 500 വ്യക്തികളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കാണും. വിവിധ മേഖലകളിലെ പ്രത്യേക ക്ഷണിതാക്കളെയാണ് മുഖ്യമന്ത്രി നേരിൽ കാണുക. പൊതുജനങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലാണ് മേള സംഘടിപ്പിക്കുന്നത്. ജനം, വയനാട്. കായംകുളത്ത് പങ്കാളിത്ത ബിസിനസിന്റെ പേരിൽ തട്ടിയെടുത്ത പണവും സ്വർണവും തിരികെ ചോദിച്ചതിന് യുവതിക്കും കുടുംബത്തിനും മർദ്ദനം. ചിങ്ങോലി സ്വദേശികളായ സുജിതയ്ക്കും മകൾക്കും മാതാവിനുമാണ് മർദ്ദനമേറ്റത്. കീരിക്കാട് സ്വദേശികളായ പ്രജിത്ത്, ശരണ്യ ദമ്പതികൾ 7 ലക്ഷം രൂപയും 1.5 പവൻ സ്വർണവും തട്ടിയെടുത്തതായാണ് പരാതി. പരാതി നൽകിയിട്ടും കായംകുളം പോലീസ് കേസെടുത്തില്ല എന്നും ആരോപണമുണ്ട്. പങ്കാളിത്തത്തോടെ ജ്വല്ലറി ബിസിനസ് നടത്താമെന്നും ലാഭവിഹിതം നൽകാമെന്നും തെറ്റിദ്ധരിപ്പിച്ചാണ് അയൽവാസികളും ഇപ്പോൾ കീരിക്കാട്ട് ജെട്ടിക്ക് സമീപം താമസിക്കുന്ന പ്രജിത്ത്, ശരണ്യ ദമ്പതികൾ തങ്ങളിൽ നിന്ന് പണവും സ്വർണവും തട്ടിയെടുത്തതെന്ന് സുജിത പറയുന്നു. പണവും സ്വർണവും തിരികെ ചോദിക്കാനായി ചെന്നപ്പോൾ ക്രൂരമർദ്ദനത്തിനിരയായതായും പരാതിയിലുണ്ട്. ഹോട്ടൽ ജോലിയും ക്ഷേത്ര ജോലികളും ചെയ്ത് സമ്പാദിച്ച പണവും സ്വർണവുമാണ് ദമ്പതികൾ കബളിപ്പിച്ച് തട്ടിയെടുത്തത്. സുജിതയും കുടുംബവും താമസിക്കുന്ന വീട് ഈട് നൽകി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. വീട് ജപ്തിയാകുമെന്ന് ബാങ്കിൽ നിന്ന് അറിയിപ്പ് വന്നതോടെ ജപ്തി ഭീഷണിയിൽ നിന്ന് ഒഴിവാകാൻ പണവും സ്വർണവും തിരികെ ചോദിക്കാനായി പ്രജിത്തിന്റെ കീരിക്കാട് ചെട്ടിയിലുള്ള വീട്ടിലെത്തി. ഈ സമയം പ്രജിത്ത് തന്നെയും മകളെയും മാതാവിനെയും ആക്രമിക്കുകയായിരുന്നുവെന്ന് സുജിത പറഞ്ഞു. ഏപ്രിൽ 1-ാം തീയതി പ്രജിത്ത് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. സാമ്പത്തിക കാശ് ചോദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രജിത്തിൻ്റെ വീട്ടിൽ പോയത്. പ്രജിത്ത് എന്നെയും അമ്മയും മകളെയും ഒരുപാട് ഉപദ്രവിക്കുകയും മുടിക്ക് പിടിച്ച് വലിക്കുകയും താഴെയിട്ട് ചവിട്ടുകയും തുണിക്ക് പിടിച്ച് വലിച്ചു കീറുകയും കല്ലെടുത്ത് തലയ്ക്കടിക്കുകയും ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. ആ സാമ്പത്തികം 7 ലക്ഷം രൂപ ഞങ്ങൾ കടയ്ക്ക് വേണ്ടി പാർട്ണർഷിപ്പ് നടത്താൻ വേണ്ടി കൊടുത്തതാണ്. അതിൻ്റെ ഒരു വീതം മാസം തോറും അക്കൗണ്ടിൽ ഇട്ട് തരാമെന്നാണ് പ്രജിത്തും ശരണ്യയും എന്നോട് പറഞ്ഞത്. അതിനെ തുടർന്ന്
ഇട്ട് തരാത്തതിനെ തുടർന്നാണ് ഞങ്ങൾ അവിടെ പോയത്. മർദ്ദനത്തിൽ മുഖത്ത് പരിക്കേറ്റ സുജിത കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുത്തില്ലെന്നും ഇവർ ആരോപിക്കുന്നു. ജനം, ആലപ്പുഴ. ആലപ്പുഴയിൽ കരാറുകാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കം പരിഹരിക്കാൻ ഇടപെട്ട നഗരസഭാ കൗൺസിലർ കരാറുകാരന് വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചതായി പരാതി. ആലപ്പുഴ നഗരസഭയിലെ കൗൺസിലർ ഷാനവാസിനെതിരെ തോണ്ടൻകുളങ്ങര സ്വദേശി ഷമീർ നൽകിയ പരാതിയിൽ നോർത്ത് പോലീസ് കേസെടുത്തു. ഷാനവാസിന്റെ വീട്ടിൽ വെച്ചാണ് ഷമീറിന് മർദ്ദനമേറ്റത്. പരിക്കേറ്റ ഷമീർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. കരാറുകാരനായ ഷമീറും ജോർജും തമ്മിൽ GST അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു. ഇത് പരിഹരിക്കാനാണ് കൗൺസിലർ ഷാനവാസ് വിളിച്ചതനുസരിച്ച് ഷമീർ എത്തിയത്. ഷാനവാസുമായി സംസാരിക്കുന്നതിനിടെ കരാറിൽ ഒപ്പിടണമെന്ന് കൗൺസിലർ നിർദ്ദേശിച്ചു. അതിന് വിസമ്മതിച്ചപ്പോൾ വീടിന്റെ ഗേറ്റ് പൂട്ടിയ ശേഷം അടിക്കുകയായിരുന്നുവെന്ന് ഷമീർ പറഞ്ഞു. സംസ്ഥാനത്ത് മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന കർശനമാക്കുമെന്ന് ഡ്രഗ്സ് കൺട്രോളർ വിഭാഗം. ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾക്ക് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയതോടെയാണ് പരിശോധന കർശനമാക്കുന്നത്. ഗുണനിലവാരമില്ലാത്ത മരുന്നുകളുടെ ഉപയോഗം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഖിൽ, ഇത് നിരോധിച്ച മരുന്നുകൾ, ഒരുപക്ഷെ ഈ ഗുണനിലവാര പരിശോധന പൂർത്തിയാക്കാതെ അതിൽ പരാജയപ്പെട്ടു പോയ മരുന്നുകൾ പലതും ഇപ്പോഴും കേരളത്തിൽ ഉപയോഗത്തിലിരിക്കുന്നു എന്ന് കണ്ടെത്തി നമ്മൾ തന്നെ വാർത്ത നൽകിയത് കൂടിയാണ്. ഇപ്പോൾ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വളരെ വൈകി. വിവരങ്ങൾ എന്താണ്? വീണ, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല പരാജയമാണ് എന്നതിന്റെ തെളിവാണ് ജീവിതശൈലി രോഗങ്ങൾക്കും അതുപോലെ തന്നെ ജീവൻ രക്ഷാ രോഗങ്ങൾക്കും ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഇപ്പോൾ ഒരു നിയന്ത്രണം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 35 ഇന മരുന്നുകളിലാണ് ഇത്തരത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡയാലിസിസ്, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ രോഗങ്ങളുടെ മരുന്നുകളിലും മിശ്രിതങ്ങളിലുമാണ് ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരുന്നുകളുടെ ഉപയോഗം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ ഒരു നിർദ്ദേശമായി നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരുന്നത്. കേരളത്തിലെ മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന കർശനമാക്കുന്നതും വരും ദിവസങ്ങളിൽ അതിന് കൂടുതലായിട്ടുള്ള പരിശോധനകൾ ശക്തമാക്കുന്നതിനുമുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഡ്രഗ്സ് കൺട്രോൾ വിഭാഗമാണ് ഇതിന്റെ പരിശോധനകൾ നടത്തിവരുന്നത്. 56 ബാച്ചുകളിൽ 21 ബാച്ചുകളും കേരളത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഗുണനിലവാരമുള്ള മരുന്നുകളിൽ വിൽപ്പന കൂടുതലായി നടത്തുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില സ്വകാര്യ കമ്പനികളും ഇതിന് നേതൃത്വം നൽകുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. വ്യാപകമായ വിതരണം ചെയ്യുന്നതിന് ശേഷം പിന്നീട് നിർത്തിവെക്കുന്നതും വഴി കോടികളാണ് സർക്കാരിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ, ശരി അഖിൽ, ഏതായാലും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നതിനെ തുടർന്നാണ് ഇപ്പോൾ വളരെ വൈകി ഈ ഒരു പരിശോധനയ്ക്ക് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം തയ്യാറായിരിക്കുന്നത്. പക്ഷേ ഇതിനോടകം തന്നെ എത്രത്തോളം ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയിട്ടുണ്ടാകാം, അത് ആശങ്കയുണ്ടാക്കുന്ന കണക്കുകൾ അവർ പക്ഷേ നാളെ പുറത്തു വന്നുകൂടായികയില്ല. മാസപ്പടി കേസിൽ വീണ തൈക്കണ്ടിയിലടക്കമുള്ളവരുടെ മൊഴി ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇന്ന് പരിഗണിക്കും. SFIO കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ച തെളിവുകളും അനുബന്ധ രേഖകളും നൽകണമെന്നാണ് ആവശ്യം. മൊഴികൾ പരിശോധിച്ച് ED പ്രധാന പ്രതികളുടെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, EDക്ക് കേസെടുക്കാനാവുക, മുന്നോട്ട് പോകാനാവുക, നമുക്കറിയാം ഈ വിവരങ്ങളൊക്കെ ലഭിച്ചാൽ മാത്രമാണ്. അപ്പോൾ ഇത് ആവശ്യപ്പെടുക എന്ന് പറയുന്നൊരു പ്രോസസ്സിലേക്കാണ് കടക്കുന്നത്. അതിനുശേഷം EDയുടെ നടപടികളും എങ്ങനെയായിരിക്കും? വീണ, SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരുന്നു. പക്ഷേ മൊഴികൾ, അതായത് സാക്ഷികളുടെയും മുഴുവൻ പ്രതികളുടെയും മൊഴിപ്പകർപ്പാണ് ഇനി EDക്ക് ലഭിക്കാനുള്ളത്. മറ്റ് അനുബന്ധ രേഖകളും ലഭിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയും ചെയ്യും. ഇതനുസരിച്ച് വേണം EDക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്തായാലും അന്വേഷണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ ഈ അപേക്ഷ നൽകിക്കൊണ്ട് SFIയുടെ പക്കലുള്ള മൊഴിപ്പകർപ്പുകളും അതോടൊപ്പം തന്നെ മാസപ്പടി ഡയറി, മറ്റ് അനുബന്ധ രേഖകൾ, ഇതൊക്കെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും വീണയടക്കമുള്ള മുഴുവൻ പ്രതികളുടെ മൊഴികൾ ഇതൊക്കെ തന്നെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇവരെ ചോദ്യം ചെയ്യാനായിട്ടുള്ള രണ്ടാം ഘട്ട നടപടികളിലേക്ക് ED കടക്കുക. എന്തായാലും നിലവിൽ SFIയുടെ കുറ്റപത്രത്തിൽ 13 പ്രതികളാണ്, വീണ തൈക്കണ്ടിയിലടക്കം 13 പ്രതികളാണ് ഉള്ളത്. ഇവരെ ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക്
നടപടികളിലേക്കായിരിക്കും ED കടക്കുക. അതിന്റെ പ്രാഥമിക നടപടി എന്നുള്ള രീതിയിലാണ് SFIOയുടെ അനുബന്ധ രേഖകളും തെളിവുകളും നിലവിൽ ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കോടതി മുഖാന്തരം ലഭിച്ചതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. എന്തായാലും SFIOയുടെ കുറ്റപത്രത്തിൽ കൃത്യമായിട്ട് ഏതൊക്കെ വിധത്തിലാണ് ഈ തട്ടിപ്പ് അല്ലെങ്കിൽ പണം കൈമാറ്റം നടന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരികയും ചെയ്തിട്ടുണ്ട്. കമ്പനി നിയമത്തിലെ 447 വകുപ്പ് പ്രകാരം 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വീണയടക്കമുള്ള മുഴുവൻ പ്രതികൾക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത്. വീണ തൈക്കണ്ടിയിൽ അതോടൊപ്പം തന്നെ CMRL MD ആയിട്ടുള്ള ശശിധരൻ കർത്ത, CMRLന്റെ മറ്റു ഉദ്യോഗസ്ഥർ ഇവരുടെ മൊഴിപ്പകർപ്പാണ് EDക്ക് അനിവാര്യമായിട്ടുള്ളത്. എന്തായാലും ഈ മൊഴിപ്പകർപ്പും മറ്റ് അനുബന്ധ രേഖകളും തെളിവുകളും ലഭിച്ച ശേഷം രണ്ടാം ഘട്ട നടപടികളിലേക്ക് ED കടക്കുകയും ചെയ്യും. SFIOയുടെ അന്വേഷണ നടപടികൾ അത് കോടതിയിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ED സമാന്തരമായിട്ടുള്ള അന്വേഷണം നടത്തുന്നത്. എന്തായാലും ED ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണമെങ്കിൽ ഈ വിവരങ്ങളും രേഖകളും ഒക്കെ തന്നെ അനിവാര്യമാണ്. എന്തായാലും കോടതിയിൽ നിലവിൽ SFIOയുടെ ചില നടപടികൾക്ക്, അതായത് കീഴ്ക്കോടതിയിലെ നടപടികൾക്ക് വിലക്ക് ഉണ്ട് എങ്കിലും അത് EDയുടെ അന്വേഷണത്തെ ബാധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് EDയുടെ അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയും ചെയ്യുക. അതിനനുസൃതമായിട്ട് തന്നെയായിരിക്കും ED മറ്റ് നടപടികൾ നീക്കുക. വീണ. ശരി രേഷ്മ. കോന്നി MLA KU ജനീഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇടതു സംഘടനയായ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ. കോന്നി ആനക്കൂട്ടിൽ കോൺക്രീറ്റ് തൂണ് മറിഞ്ഞ് വീണ് 4 വയസ്സുകാരൻ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് MLA നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് പ്രതിഷേധം. പ്രാഥമിക അന്വേഷണം പോലും നടത്താതെയാണ് MLA വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതികരിച്ചതെന്ന് സംഘടന കുറ്റപ്പെടുത്തി. കോന്നി ആനക്കൂട്ടിൽ കോൺക്രീറ്റ് തൂൺ മറിഞ്ഞു വീണുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്യായമായി നടപടിയെടുക്കുന്നു എന്നാരോപിച്ച് ഇടത് സംഘടനയായ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ കോന്നിയിൽ നടത്തിയ പ്രതിഷേധ സംഗമത്തിലാണ് KU ജനീഷ് കുമാർ MLAക്കെതിരെ വിമർശനം ഉയർന്നത്. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ MLA നടത്തിയ പ്രതികരണം പ്രതിഷേധാർഹമാണ്. MLAയുടെ പ്രസ്താവന ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി. ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത നടപടി പുനഃപരിശോധിക്കണമെന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നും കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. 2015 മുതൽ ഇക്കോ ടൂറിസം സെന്ററിൽ സുരക്ഷ ഓഡിറ്റ് നടത്തിയിട്ടില്ലെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. ഇതൊന്നും കാണാതെ അത്തരത്തില് നിശ്ചിതമായ പ്രശ്നം, കാരണം വനപാലകരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന തരത്തിലേക്ക് ആദ്യം പ്രഖ്യാപനം നടത്തുന്ന അദ്ദേഹമാണ്. നമ്മളുമായിട്ട് ഏറെ അടുപ്പത്തിൽ പോകുന്ന ജനപ്രതിനിധി. അതുകൊണ്ട് തന്നെയാണ് അത്തരം ആ പ്രസ്താവനയിലുള്ള ഒരു പ്രതിഷേധം കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്, സംഘടനയുടെ പ്രതിഷേധം കൂടി അറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് സംബന്ധിച്ചുകൊണ്ട് അന്വേഷണം മന്ത്രി പറഞ്ഞതുപോലെ അത് സംബന്ധിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം, ഒരു ടീമിനെ വെച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തിയിട്ട് അത് ആരുടെയൊക്കെ ഭാഗത്തു നിന്നാണ് അതിന്റെ വീഴ്ച ഉണ്ടായിട്ടുള്ളത് എന്ന് വിശദമായൊരു റിപ്പോർട്ട് തയ്യാറാക്കണം. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാനും തയ്യാറാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 5 വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയാണ് നേരത്തെ സസ്പെൻഡ് ചെയ്തത്. ജനം പത്തനംതിട്ട. കരുവന്നൂർ കള്ളപ്പണക്കേസ്. ഈ കേസിൽ കുറ്റപത്രമായിട്ടുണ്ട്. അടുത്ത ആഴ്ച കല്ലൂർ PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. കേസിൽ CPM പാർട്ടി അടക്കം 30ഓളം പ്രതികളുണ്ട് എന്നാണ് സൂചന. നിയമവിദഗ്ധരുടെ പരിശോധനയ്ക്ക് ശേഷം ED കൊച്ചി സോണൽ അഡീഷണൽ ഡയറക്ടറുടെ അന്തിമ അനുമതിക്കായി കൈമാറിയിട്ടുണ്ട്. രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. രേഷ്മ, കരുവന്നൂർ കള്ളപ്പണക്കേസ്, നമുക്കറിയാം ഈ വിഷയം എത്രത്തോളം കേരളത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്ന്. ഈ കുറ്റപത്രം അടുത്തയാഴ്ച സമർപ്പിക്കപ്പെടുമ്പോൾ അതിൽ ഭരിക്കുന്ന പാർട്ടിക്കടക്കം വലിയ പ്രതിരോധം ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. 30ഓളം പ്രതികൾ, അതിൽ CPM എന്ന പാർട്ടി അടക്കമുണ്ട് എന്നാണ് സൂചനകൾ. വിവരങ്ങൾ രേഷ്മ. വീണ, ED കൊച്ചി സോണൽ അഡീഷണൽ ഡയറക്ടറുടെ അനുമതി ലഭിച്ച ശേഷമായിരിക്കും ഈ അന്തിമ കുറ്റപത്രം അത് കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ സമർപ്പിക്കുക. പ്രധാനമായിട്ടും രണ്ടാം ഘട്ട കുറ്റപത്രം അല്ലെങ്കിൽ അന്തിമ കുറ്റപത്രത്തിൽ നിലവിൽ 30 പ്രതികളുണ്ട് എന്നുള്ളതാണ് സൂചന. CPM പാർട്ടി അടക്കമുള്ളവരാണ് ഈ രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ പ്രതികളായിട്ട് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. നമുക്കറിയാം രണ്ടാം ഘട്ടത്തിൽ ചോദ്യം ചെയ്യലുകളിലൊക്കെ തന്നെ CPMന് പാർട്ടി നേതാക്കൾ, പ്രത്യേകിച്ച് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് അതിന്റെ ഒരു കാലഘട്ടത്തിൽ ആരൊക്കെയാണോ CPMന്റെ ജില്ലാ സെക്രട്ടറി തല ചുമതല വഹിച്ചിരുന്നവർ അവരെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നടപടികളിലേക്കായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരുന്നത്. 1.5 വർഷത്തിന് മുൻപാണ് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യഘട്ട കുറ്റപത്രം നൽകിയത്. ആദ്യഘട്ട കുറ്റപത്രത്തിൽ 50 വ്യക്തികളും 5 സ്ഥാപനങ്ങളും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ രണ്ടാം ഘട്ട കുറ്റപത്രത്തിലാണ് 30 പേരുണ്ടെന്നുള്ള സൂചന
സൂചനകൾ പുറത്തു വരുന്നത്. എന്നാലും മൊത്തത്തിൽ 128.7 കോടി രൂപ ആണ് നിലവിൽ ED ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കണ്ടുകെട്ടിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ രണ്ടാം ഘട്ടത്തിലാണ് CPMന്റെ സ്വത്ത് വകകൾ കണ്ടുകെട്ടിയത്. 77 ലക്ഷം രൂപയുടെ സ്വത്ത് വകകളാണ് കണ്ടുകെട്ടിയിട്ടുള്ളത്. പുറത്തുശ്ശേരിയിൽ പാർട്ടിയുടെ ഓഫീസിനായിട്ട് വാങ്ങിയിരുന്ന ഭൂമിയും കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും രണ്ടാം ഘട്ടത്തിൽ CPMന്റെ ഭാരവാഹികളടക്കം പ്രതിപട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന സൂചന. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തവരിൽ അല്ലെങ്കിൽ പ്രതികളായവരിൽ മുഖ്യ ആസൂത്രകനായിട്ടുള്ള P സതീഷ് കുമാറും CPMന്റെ നേതാവും കൗൺസിലറുമായിരുന്ന PR അരവിന്ദാക്ഷൻ ഇവരടക്കമായിരുന്നു പ്രതികളായിട്ടുണ്ടായിരുന്നത്. രണ്ടാം ഘട്ടത്തിൽ ചോദ്യം ചെയ്തവരിൽ ഉണ്ടായിരുന്നത് CPMന്റെ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന K രാധാകൃഷ്ണൻ MP, MM വർഗീസ്, അതോടൊപ്പം തന്നെ AC മൊയ്തീൻ ഇവരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ 30 പ്രതികൾ ഉണ്ടെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. കുറ്റപത്രം സമർപ്പിക്കുന്ന വേളയിലെ ആയിരിക്കും ആരൊക്കെയാണ് പ്രതികൾ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരിക. എന്നാലും രണ്ടാം ഘട്ടത്തിൽ അല്ലെങ്കിൽ അന്തിമഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഒരു നിയമവിരുദ്ധമായിട്ട് വായ്പ എടുക്കുകയും അത് തിരിച്ചടയ്ക്കാതെ ബാങ്കിനെ കബളിപ്പിച്ചവരെയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വ്യക്തികളും സ്ഥാപനങ്ങളും അടങ്ങുന്നതാണ് അന്തിമ കുറ്റപത്രത്തിൽ പ്രതിപട്ടികയിൽ വരിക. വീണ. ഓക്കെ, ശരി രേഷ്മ. ഒരുപാട് പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ ഇടുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. പക്ഷെ വാർത്തകൾ വല്ലാതെ ഉണ്ട്. അതിൽ വായിക്കാൻ വിട്ടുപോകുന്നതല്ല, വായിക്കുന്നുണ്ട്. പക്ഷെ അത് എല്ലാവരും കേൾക്കെ വായിക്കാനുള്ളൊരു സമയക്കുറവ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. ഇനി കാണിക്കാൻ പോകുന്ന ദൃശ്യങ്ങൾ ഒരു പക്ഷേ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വാർത്തയായി തന്നെ നിൽക്കുന്നത് കൊണ്ട് ആ വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം പാലോട് നിന്നുള്ള ഒരു ദൃശ്യം കൂടിയാണ്. ഒരു വീട്ടിൽ നിന്ന് 70-ലധികം അണലി കുഞ്ഞുങ്ങളെ പിടികൂടി. നന്ദിയോട് സ്വദേശി ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്നാണ് അണലി കുഞ്ഞുങ്ങളെ പിടികൂടിയത്. പിടികൂടിയ അണലി കുഞ്ഞുങ്ങളെ പാലോട് വനം വകുപ്പിന് കൈമാറി. ഒന്നും രണ്ടുമല്ല, ഒരേ പ്രായത്തിലുള്ള 70-ലധികം അണലിക്കുഞ്ഞുങ്ങളെയാണ് തിരുവനന്തപുരം പാലോട് സ്വദേശിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. നന്ദിയോട് സ്വദേശിയായ ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്നാണ് അണലിക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത്. വീട്ടുമുറ്റത്ത് പാമ്പിൻ്റെ സാന്നിധ്യം കണ്ടതിന് പിന്നാലെ പാമ്പ് പിടുത്തക്കാരിയായ നന്ദിയോട് സ്വദേശി രാജിയെ വിവരമറിയിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അണലിക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത്. ഞാനിന്നൊരു റെസ്ക്യൂവിന് വന്ന ഒരു നന്ദിയുടെ ഒരു വീട്ടിലെ റെസ്ക്യൂവിന് വന്ന ഒരു കുഞ്ഞ് അണലിയുടെ കുഞ്ഞിനെ കണ്ടിട്ട് വിളിച്ചതാണ്. അപ്പം അത് റെസ്ക്യൂ ചെയ്യാൻ വന്നപ്പം എനിക്ക് രാവിലെ 10 മണിക്ക് തുടങ്ങിയാണ്. ഇപ്പം മണി എത്ര? മണി 3:15 ഇത്രയും നേരം അതിൻ്റെ സെർച്ചിങ്ങും അതിൻ്റെ റെസ്ക്യൂ ആയിട്ട് നിൽക്കുകയായിരുന്നു. ഫൈനലി കിട്ടിയത് എത്രയാണെന്ന് അറിയണ്ടേ? 63 റസൽസ് വൈപ്പറിന്റെ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. 63 അണലി കുഞ്ഞുങ്ങൾ. കഴിഞ്ഞ ദിവസം രാവിലെ ആരംഭിച്ച തിരച്ചിൽ രാത്രിയാണ് അവസാനിച്ചത്. അമ്മപ്പാമ്പിനായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇത്രയധികം അണലി കുഞ്ഞുങ്ങളെ ഒരു വീട്ടിൽ നിന്നും പിടികൂടുന്നത് ഇത് ആദ്യമായാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. പിടികൂടിയ അണലി കുഞ്ഞുങ്ങളെ വനം വകുപ്പിന് കൈമാറി. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഹൃത്തും സഹപ്രവർത്തകനുമായ IB ഉദ്യോഗസ്ഥൻ സുകാന്ത് സുരേഷിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. അന്വേഷണ സംഘം നൽകിയ വിവരത്തിന് പിന്നാലെയാണ് രഹസ്യാന്വേഷണ വിഭാഗം കടുത്ത നടപടിയെടുത്തത്. കേസിലെ വിശദാംശങ്ങളടക്കം പരിശോധിച്ച ശേഷം സുകാന്തിനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുകയായിരുന്നു. അതേസമയം സുകാന്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ അന്വേഷണ സംഘം നൽകിയ വിശദാംശങ്ങൾ നിരീക്ഷിച്ച ശേഷമാണ് രഹസ്യാന്വേഷണ വിഭാഗം നടപടി കടുപ്പിച്ചത്. കൃത്യത്തിൽ സുകാന്തിനെതിരെ തെളിവുകളുണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയ ശേഷമാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയുടെ മരണത്തിൽ സുകാന്തിന്റെ പങ്ക് വ്യക്തമാക്കി കുടുംബം രംഗത്തെത്തി. ഇതിന് പിന്നാലെ പോലീസ് സുകാന്തിനെ പ്രതി ചേർക്കുകയായിരുന്നു. IB ഉദ്യോഗസ്ഥയുമായി അടുപ്പത്തിലായിരുന്ന സുകാന്ത് സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്ത ശേഷം ബന്ധത്തിൽ നിന്ന് പിന്മാറി. ഇതിലെ മാനസിക സംഘർഷത്തിലാണ് യുവതി മരിച്ചത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളും യുവതി ഗർഭചിത്രം നടത്തിയതിനുള്ള തെളിവുകളും പോലീസ് കണ്ടെത്തി. ഇതിലെ വിശദാംശങ്ങൾ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തെ അറിയിച്ചു. തുടർന്ന് IB സുകാന്തിനെതിരെ നടപടി ഘടിപ്പിക്കുകയായിരുന്നു. അതേസമയം സംഭവശേഷം ഒളിവിൽ പോയ സുകാന്തിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് ഹൈക്കോടതിയിൽ സുകാന്ത് ജാമ്യാപേക്ഷ നൽകി. സുകാന്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ജനം, തിരുവനന്തപുരം.
ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷന്റെ ഉദ്ഘാടനത്തിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. മുമ്പോട്ട് പോകണം. എന്നിട്ട് ഞാൻ മുമ്പോട്ട് വെച്ച മുമ്പിൽ വെച്ച വികസിത കേരളം എന്ന് നമ്മുടെ ഒരു ദൗത്യമാക്കി എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആയി മാറണം. അതുപോലെ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും ഒറ്റപ്പെടി നന്ദി, നമസ്കാരം, ഓൾ ദി ബെസ്റ്റ്. ഈ വിഷയത്തിൽ നമുക്കറിയാം BJP സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്ന വികസിത കേരളം ജില്ലാ കൺവെൻഷനുകൾ നടക്കുകയാണ്. ഇപ്പോൾ തിരുനാവായയിലാണ് അദ്ദേഹം എത്തിയത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. അതേസമയം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനമൊക്കെ ഇന്ന് നടക്കാനിരിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വിശദാംശങ്ങളിലേക്കൊക്കെ വഴിയെ വരാം. വെസ്റ്റ് ജില്ലാ കൺവെൻഷൻ 10 മണിയോടുകൂടിയാണ് നടക്കുക. അത് തിരൂരിലാണ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവിനെ പിടികൂടി. കാരയ്ക്കമണ്ഡപം സ്വദേശി റഫീഖാണ് എക്സൈസ് പരിശോധനയിൽ പിടിയിലായത്. കാറിൽ പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് യുവാവ് വലയിലായത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ്ക്ക് സമീപത്ത് വെച്ചാണ് യുവാവ് എക്സൈസിന്റെ വലയിലായത്. വെഞ്ഞാറമൂട്ടിൽ നിന്ന് വാഹനത്തിൽ പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്നുവെന്ന രഹസ്യവിവരം എക്സൈസിന് ലഭിച്ചു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നെയ്യാറ്റിൻകര സ്വദേശി റഫീഖ് എക്സൈസിന്റെ വലയിലായത്. യുവാവ് സഞ്ചരിച്ച വാഹനം നെയ്യാറ്റിൻകര പെരുമ്പഴുതൂർ മുള്ളറയിലെത്തിയപ്പോൾ എക്സൈസും IB യൂണിറ്റും ചേർന്ന് വളഞ്ഞു. വാഹനത്തിൽ നിന്ന് ഇറങ്ങിയോടാൻ ശ്രമിച്ച റഫീഖിനെ അതിസാഹസികമായി എക്സൈസ് കീഴ്പ്പെടുത്തുകയായിരുന്നു. നെയ്യാറ്റിൻകര സബ് ഓഫീസ് ടീമും തിരുവനന്തപുരം IB യൂണിറ്റും കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇന്നോവ കാറിൽ കടത്തിയ നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. 1000 കിലോയോളം പാൻ മസാല ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. കാട്ടാക്കടയിൽ നിന്നും വണ്ടിയെ പിന്തുടർന്ന് വരികയായിരുന്നു. പെരുമ്പഴുതൂരിൽ നിന്ന് കേളിയോട് ഭാഗത്തേക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വാഹനം കണ്ട് വെട്ടിത്തിരിഞ്ഞു പോയ പ്രതി ഈ വാഹനത്തെ പല വാഹനങ്ങൾ ഇടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. മുള്ളറുള്ള ഭാഗത്ത് വെച്ച് എക്സൈസിന്റെ 2 വാഹനങ്ങൾ ഉരുകയിട്ടാണ് ഈ പ്രതിയെ പിടികൂടേണ്ട സാഹചര്യം ഉണ്ടായത്. വാഹനം ഉപേക്ഷിച്ച് പ്രതി ഇറങ്ങി ഓടാൻ ശ്രമിക്കുകയും പ്രതിയെ ജീവനക്കാർ പിന്തുടർന്ന് പിടിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ ഞങ്ങളൊരു ജീവനക്കാരന് ഈ പ്രതിയുടെ കടികൊണ്ട് മുറിവുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. യുവാവിനെ കീഴ്പ്പെടുത്തുന്നതിനിടയിൽ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തു. വിപണിയിൽ 6 ലക്ഷത്തിലധികം രൂപ വിലമതിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് യുവാവ് സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയത്. ജനം, തിരുവനന്തപുരം. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ നടി വിൻസിയുടെ പരാതിയിൽ ICC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾക്കൊരുങ്ങി ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി. റിപ്പോർട്ട് ലഭിച്ച ശേഷം മോണിറ്ററിംഗ് കമ്മിറ്റി ചേരും. വിവിധ സിനിമാ സംഘടനകളുടെ പ്രതിനിധികൾ ചേർന്നതാണ് ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, കഴിഞ്ഞ ദിവസം വിൻസിയുടെ പരാതിയിൽ ICC മൊഴിയെടുത്തിരുന്നു. ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് വിവരങ്ങൾ തേടിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക? പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയിൽ നിന്ന് ഇത്തരത്തിൽ നടന്മാർക്കെതിരെയുള്ള പരാതികൾ വരുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നുള്ള മുൻ സാഹചര്യങ്ങളൊക്കെയും ഇതിൻ്റെ ഭാഗമായി നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് പക്ഷേ മാതൃകാപരമാവുകയും വേണം. വിവരങ്ങൾ എന്താണ്? സെറ്റിൽ വെച്ചാണ് ഷൈൻ ടോം ചാക്കോ തന്നോട് മോശമായി പെരുമാറിയെന്നായിരുന്നു നടി വിൻസി അലോഷ്യസിന്റെ പരാതി. ഈ പരാതിയുടെ ഭാഗമായിട്ട് ഇന്നലെ ഇതേ സിനിമയുടെ ICC, അതായത് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് ഷൈൻ ടോം ചാക്കോയുടെയും അതോടൊപ്പം തന്നെ നടി വിൻസി അലോഷ്യസിന്റെയും മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെയും മൊഴികളാണ് ഇനി നിർണായകമാകുവാൻ പോവുക. ICCയുടെ യോഗം അല്ലെങ്കിൽ സിറ്റിംഗ് ചേർന്ന അതേ സമയത്ത് തന്നെയാണ് ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയും യോഗം ചേർന്നത്. പക്ഷെ സാധാരണ നിലയിലുള്ള യോഗമാണെന്നും ICCയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അനുബന്ധ നടപടികൾ സ്വീകരിക്കൂ എന്നാണ് ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ ഭാരവാഹികൾ, അതായത് 7ഓളം സിനിമാ സംഘടനകളുടെ പ്രതിനിധികളാണ് ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയിലുള്ളത്. ഇവർ നിലവിൽ പറഞ്ഞിട്ടുള്ളത് ICCയുടെ റിപ്പോർട്ട് ലഭിക്കട്ടെ, അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഷൈൻ ടോം ചാക്കോയുടെയും വിൻസിയുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുമിച്ച് ഇവരെ ഇരുത്തിക്കൊണ്ടും വെവ്വേറെ ഇരുത്തിക്കൊണ്ടും
നൽകിക്കൊണ്ടുമാണ് മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ ICCയുടെയും ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെയും നടപടികളിൽ തൃപ്തിയുണ്ടെന്നാണ് വിൻസി അലോഷ്യസ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ട വേളയിൽ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും സമാന്തരമായിട്ട് തന്നെ സിനിമാ സംഘടനകൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ അന്വേഷണം നടത്തുന്നുണ്ട്, നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ICC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനമെടുക്കും. അതിനനുസൃതമായിട്ട് തന്നെയായിരിക്കും തുടർ നടപടികൾ താരസംഘടനയായിട്ടുള്ള അമ്മയും സ്വീകരിക്കുക. പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. നിലവിൽ FIR ഇട്ടിരിക്കുന്നത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നിലവിൽ സ്റ്റേഷൻ ജാമ്യത്തിലുമാണ് ഷൈൻ ടോം ചാക്കോ ഉള്ളത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട വേളയിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടൊന്നുമില്ല. എന്തായാലും നിലവിൽ കഴിഞ്ഞ ദിവസം പുട്ടവിമലാദിത്യ, അതായത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത് സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ എന്ന് തെളിയിക്കുവാൻ തക്ക തെളിവുകൾ നിലവിൽ ലഭിച്ചിട്ടില്ല. രാസലഹരി പരിശോധനയുടെ അതിന്റെ ഫലമടക്കം ലഭിക്കേണ്ടതുണ്ട്. അതിനനുസൃതമായിട്ട് തന്നെയായിരിക്കും തുടർ നീക്കങ്ങളും നടപടികളും മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിലവിൽ പോലീസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലും അതിനനുസൃതമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും സിനിമാ സംഘടനകളുടെ അന്വേഷണവും നടപടികളും പുരോഗമിക്കുകയാണ്. ഇനിയുള്ളത് ICCയുടെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ എങ്ങനെയായിരിക്കും ഷൈൻ ടോം ചാക്കോയുടെ നിലവിലെ കാര്യങ്ങളൊക്കെ തന്നെ പറയുക. അതിനനുസൃതമായിട്ട് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേരുക തന്നെ ചെയ്യും. കഴിഞ്ഞ ദിവസമാണ് വനിതാ ശിശു വികസന വകുപ്പ് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക്, അതായത് ഫിലിം ചേംബറിന് ഒരു നോട്ടീസ് അയച്ചത്. എന്ത് നടപടിയാണ് വിൻസി അലോഷ്യസിന്റെ പരാതിന്മേൽ സ്വീകരിച്ചത്, ഇതടക്കമുള്ള കാര്യങ്ങൾ രേഖാമൂലം തന്നെ ഫിലിം ചേംബറും നൽകേണ്ടതുണ്ട്. എന്തായാലും തുടർ നടപടികളാണ് ഇനി ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ സിനിമാ സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുക. വീണ. ഓക്കെ, ശരി രേഷ്മ. ഓക്കെ, പുത്തമ്പുലൊരു അടുത്ത മണിക്കൂറിലേക്ക് കടക്കുകയാണ്. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ആവശ്യം ശക്തമായത് വഖഫ് ഭേദഗതി നിയമത്തിന്റെ പേരിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കലാപം നടത്തിയ പശ്ചാത്തലത്തിൽ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി സൗദി അറേബ്യയിലേക്ക്. ഉച്ചയോടെ സൗദിയിലെത്തുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹത്തിന്റെ സ്വീകരണത്തിൽ സംസാരിക്കും. വൈകിട്ട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച. ഊർജ്ജ പ്രതിരോധ മേഖലകളിലെ സഹകരണം ചർച്ചയാകും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിന്റെ വേദനയിൽ ലോകം. നാളെ മുതൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനം. അന്ത്യവിശ്രമം സെന്റ് മേരി മേജർ ബസിലിക്കയിൽ വേണമെന്ന മരണപത്രത്തിൽ പോപ്പ്. കർദിനാൾമാരുടെ യോഗം ഇന്ന് വത്തിക്കാനിൽ. മാർപ്പാപ്പയോടുള്ള ആദരസൂചകമായി ഭാരതത്തിൽ 3 ദിവസത്തെ ദുഃഖാചരണം. സംസ്കാര ചടങ്ങിന് പ്രതിനിധി സംഘത്തെ അയക്കും. ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദേവസ്വം പ്രസിഡന്റിന്റെ പേഴ്സണൽ സെക്രട്ടറി ബി ബിനുവിനെതിരെ അഴിമതി അന്വേഷണം നടത്തണമെന്ന ഉത്തരവുമായി ഓംബുഡ്സ്മാൻ. ഉത്തരവ് ദേവസ്വം ജീവനക്കാർ നൽകിയ പരാതിയിൽ. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക്. ജനം ബ്രേക്കിംഗ്. വികസിത കേരളം കൺവെൻഷന്റെ ഉദ്ഘാടനം ഇന്ന് മലപ്പുറത്ത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കും. വെസ്റ്റ് ജില്ലാ കൺവെൻഷൻ രാവിലെ 10 മണിക്ക് തിരൂർ കരുണ ഓഡിറ്റോറിയത്തിൽ. പോപ്പിന് വിട. മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ഭാരതം 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ചയോടെ മാർപ്പാപ്പയുടെ ഭൗതികദേഹം വത്തിക്കാൻ ബസിലിക്കയിലെത്തിക്കും. അന്ന് മുതൽ വിശ്വാസികൾക്കും പൊതുജനങ്ങൾക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരവും ഉണ്ടാകും. ഹൃദയസ്തംഭനവും മസ്തിഷ്കാഘാതവുമാണ് മരണകാരണമെന്ന് വത്തിക്കാൻ സ്ഥിരീകരിച്ചു. ഐസൺ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൺ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, മാർപ്പാപ്പയുടെ മരണവുമായി ബന്ധപ്പെട്ട് വത്തിക്കാൻ നൽകുന്ന വിവരങ്ങൾ, ഒപ്പം പൊതുജനങ്ങൾക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം. മറ്റൊരു വിഷയം, ഭാരതം ഈ ലോകമെമ്പാടുമുള്ള ഈ ദുഃഖം, വിശ്വാസികളുടെ ദുഃഖത്തോടൊപ്പം എങ്ങനെ ചേർന്ന് നിൽക്കുന്നു?
തീർച്ചയായും വീണ വത്തിക്കാനിൽ അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ബുധനാഴ്ച ആരംഭിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ തുടർ നടപടികൾ, അതായത് ഈ സംസ്കാര കർമ്മം സംബന്ധിച്ച ചില നിലപാടുകളെല്ലാം തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, വത്തിക്കാന് പുറത്തുള്ള ഒരു ബസിലിക്കയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹ സംസ്കാര കർമ്മം നടത്തണമെന്ന വിൽപത്രമെല്ലാം തന്നെ എഴുതി വച്ചിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. അതിൽ ആ നടപടികളാണ് പുരോഗമിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ ഈ പോപ്പിൻ്റെ മരണശേഷം ഉണ്ടാകുന്ന ആ കർമ്മങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ചില ചിട്ടകളുടെ ഭാഗമായാണ് നടക്കുക. അത്തരത്തിൽ ചിട്ടകളുടെ ഭാഗമായി നടക്കുന്ന ഈ ക്രിമേഷൻ ചടങ്ങുകൾ ബുധനാഴ്ചയോടെ ആരംഭിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ചില സാഹചര്യങ്ങളിൽ അത് നീളാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ നമുക്ക് നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ 3 ദിവസത്തെ ദുഃഖാചരണം ഭാരതം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റ് സുപ്രധാന സംഭവവികാസങ്ങൾ പോപ്പിൻ്റെ ദേഹവിയോഗവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറ്റവും പുതിയതായി പുറത്തു വന്നത് അദ്ദേഹത്തിൻ്റെ മരണകാരണമായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുണ്ടായ ഒരു മരണത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? ഇന്നലെ കഴിഞ്ഞ ദിവസം ഈസ്റ്റർ ആഘോഷത്തിലെല്ലാം തന്നെ കാര്യമായി പങ്കെടുത്ത അദ്ദേഹം പെട്ടെന്ന് ഹൃദയാഘാതം സംഭവിക്കുകയും അനുബന്ധമായി സ്ട്രോക്ക് ഉണ്ടാവുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇനി തുടർന്നുള്ള ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് അതിൻ്റെ ചിട്ടവട്ടങ്ങളനുസരിച്ച് നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, പോപ്പ് എന്ന് കേവലം ഒരു പോപ്പ് എന്നതിനപ്പുറം അല്ലെങ്കിൽ ഒരു മാർപ്പാപ്പ എന്ന പദവിക്കും അപ്പുറം ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു. സ്വാഭാവികമായും വളരെയധികം ജനകീയനായി മാറിയ അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം നിന്ന്, പ്രത്യേകിച്ചും ഈ പോപ്പിൻ്റെ മരണം സംബന്ധിച്ച വിശദീകരണം അല്ലെങ്കിൽ റിപ്പോർട്ട് നൽകുന്ന ആ സമയത്ത് തന്നെ ആ റിപ്പോർട്ട് നൽകിയ കർദിനാൾ വളരെ കൃത്യമായി പറഞ്ഞത് അധസ്ഥിതരുടെയും അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പം നിന്ന് ഒരു ജീവിതം മുഴുവൻ അതിനായി ഒഴിഞ്ഞു വെച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു ജനകീയ ബന്ധവും അല്ലെങ്കിൽ മനുഷ്യനോടുള്ള സ്നേഹവും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് അന്തിമോപചാരം അർപ്പിക്കാനും വൈകാരികമായ ഒരു അടുപ്പം അദ്ദേഹത്തോടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തുടർ നടപടികൾ ഓരോ ഘട്ടം ഘട്ടമായി പുരോഗമിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇനി ആരായിരിക്കും കാർമ്മികത്വം വഹിക്കുക എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളെല്ലാം തന്നെ വൈകാതെ നമുക്ക് ലഭ്യമാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ഭാരതത്തിൽ നിന്നുൾപ്പെടെയുള്ള കർദിനാൾമാർ അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. ക്ലീമിസ് കാത്തോലിക്ക ഭാവയൊക്കെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക, അങ്ങോട്ട് എത്താറായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ലോകം മുഴുവനുമുള്ള കർദിനാൾമാരുടെ ഒരു സംഗമം തന്നെ അല്ലെങ്കിൽ അത്രയും കർദിനാൾമാർ അവിടെ എത്തും. തുടർന്ന് വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായുള്ള ചുമതലകൾ നിർവഹിക്കുന്നതിൻ്റെ കൂടി ഭാഗമായാണ് കർദിനാൾമാർ എത്തുന്നത് അല്ലെങ്കിൽ ബിഷപ്പ്മാരും മറ്റു ഉന്നത ആത്മീയ നേതൃത്വം വഹിക്കുന്നവരും വത്തിക്കാനിൽ എത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പുതിയതായി നമുക്ക് ലഭ്യമാകുന്ന വിവരം ബുധനാഴ്ചയോടെ അദ്ദേഹത്തിൻ്റെ സംസ്കാര കർമ്മങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അല്ലെങ്കിൽ അതിനുള്ള പൊതു ദർശനത്തിനുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നു എന്ന വിവരം തന്നെയാണ് ഏറ്റവും പുതുതായി നമുക്ക് നൽകാനാകുന്നത്. ശരി ഐസൺ. ലോകത്തിന് വലിയ നഷ്ടമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗമെന്ന് മാതാ അമൃതാനന്ദമയി ദേവി. ചിന്തയിലും പ്രവൃത്തിയിലും അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. വിശാല വീക്ഷണവും മനുഷ്യസ്നേഹവും നിറഞ്ഞ വ്യക്തിത്വമായിരുന്നു. സത്യം ലോകത്തെ അറിയിക്കേണ്ട അവസരങ്ങളിൽ അദ്ദേഹം നിർഭയം അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞുവെന്നും അനുസ്മരണക്കുറിപ്പിൽ അമ്മ പറഞ്ഞു. ആദരണീയനായ പോപ്പ് ഫ്രാൻസിസിന്റെ ദേഹവിയോഗം നമ്മെല്ലാം അഗാധമായ ദുഃഖത്തിലാഴ്ത്തുന്നു. സംഘർഷം നിറഞ്ഞ ഇന്നത്തെ ലോകത്തിന് അദ്ദേഹത്തിന്റെ വേർപാട് തീരാ നഷ്ടമാണ്. ചിന്തയിലും പ്രവൃത്തിയിലും അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. വിശാല വീക്ഷണവും മനുഷ്യസ്നേഹവും തികഞ്ഞ വ്യക്തിത്വമായിരുന്നു പോപ്പ് ഫ്രാൻസിസ്. സത്യം ലോകത്തെ അറിയിക്കേണ്ട അവസരങ്ങളിൽ അദ്ദേഹം നിർഭയം അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. സമത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു യഥാർത്ഥ സന്ദേശ വാഹകനെയാണ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തോടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ആദരണീയനായ പോപ്പ് ഫ്രാൻസിസിന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതിനൊപ്പം അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിത്യശാന്തിയെ പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റ് രാജ്യാന്തര വാർത്തകളിലേക്കൊക്കെ പോകാം. ഐസൺ തുടരുകയാണ്. സ്പെയ്ഡെക്സ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വീണ്ടും ഡോക്ക് ചെയ്ത് നേട്ടം കൈവരിച്ച് ISRO. ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു. 15 മീറ്റർ അകലത്തിലായിരുന്നു രണ്ടാം ഘട്ട ഡോക്കിംഗ് സാധ്യമാക്കിയത്. ഇരട്ട ഉപഗ്രഹങ്ങൾ 3 മീറ്റർ അകലത്തിൽ സഞ്ചരിക്കുന്ന വേളയിലായിരുന്നു ആദ്യ ഡോക്കിംഗ്. ഐസൺ, എന്താണ് ഇതിൻ്റെ വിവരങ്ങൾ?
വീണ, തീർച്ചയായും ഈ ഡോക്കിംഗ് പരീക്ഷണം ഏറെ സങ്കീർണമായൊരു പരീക്ഷണമാണ് ISROയെ സംബന്ധിച്ചിടത്തോളം. ബഹിരാകാശത്ത് 2 ഉപഗ്രഹങ്ങൾ കൂട്ടിച്ചേർക്കുകയും വീണ്ടും വിഘടിപ്പിക്കുകയും ഇപ്പോൾ രണ്ടാമതും കൂട്ടിച്ചേർക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. ഈ കൂട്ടിച്ചേർക്കൽ എന്നത് ഭാരതത്തിൻ്റെ മറ്റു ദൗത്യങ്ങൾ, അതായത് ഭാരതത്തിൻ്റെ തുടർന്നുള്ള സ്പേസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും അതുപോലെ തന്നെ മറ്റു നിരവധിയായ ഗവേഷണങ്ങളിൽ ഇത്തരത്തിൽ വിവിധ ഘടകങ്ങളായി ഭൂമിയിൽ നിന്ന് ഈ സാമഗ്രികളെല്ലാം തന്നെ ബഹിരാകാശത്ത് എത്തിച്ചതിന് ശേഷം ആ സാമഗ്രികളെല്ലാം തന്നെ അവിടെ കൂട്ടിച്ചേർക്കുകയും അതുപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ വിഘടിപ്പിക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ ഡ്രാഗൺ പോലുള്ള പേടകങ്ങളെ കൃത്യമായി അവിടേക്ക് എത്തിക്കുക, അത്തരത്തിലുള്ള പല ദൗത്യങ്ങളുടെയും ഭാഗമായാണ് ഈ പ്രാഥമിക പരീക്ഷണമായി ഇത്തരത്തിലുള്ള ഈ സ്പേഡക്സിൻ്റെ കൂട്ടിയോജിപ്പിക്കലും അതുപോലെ തന്നെ വിഘടിപ്പിക്കലും എല്ലാം തന്നെ നടന്നത്. ഡോക്കിങ്ങും ഡീഡോക്കിങ്ങും നടക്കുന്നത്. അത്തരത്തിൽ ഡോക്കിങ്ങും ഡീഡോക്കിങ്ങും നടക്കുന്ന ആ പ്രക്രിയയുടെ 2ാം ഘട്ടമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. വീണ്ടും ഡോക്ക് ചെയ്തു എന്നാണ് ഈ കഴിഞ്ഞ 20-ാം തീയതി ഡോക്ക് ചെയ്ത് 8:30 വൈകുന്നേരം 8:30 ഡോക്ക് ചെയ്തു എന്ന വിവരമാണ് ISRO നൽകുന്നത്. ഇത്തരത്തിൽ ഡോക്ക് ചെയ്യുന്നതിന് ശേഷം ഇരു ഉപഗ്രഹങ്ങളും തമ്മിലുള്ള വൈദ്യുതി ബന്ധം സ്ഥാപിക്കുകയും അതിനകത്ത് ചില വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുകയും പരസ്പരം, അതായത് ഒരു ഉപഗ്രഹത്തിൻ്റെ സ്പേഡക്സ് 1ൻ്റെ ഊർജ്ജത്തിൽ നിന്നും സ്പേഡക്സ് 2ലെ ഒരു ഉപകരണം പ്രവർത്തിപ്പിച്ചു, സമാനമായ തിരിച്ചും അത്തരത്തിലുള്ളൊരു ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുകയും അത് കൃത്യമായി പ്രവർത്തനക്ഷമമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഇതിനെല്ലാം തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ഭാരതത്തിൻ്റെ ടെലിമെട്രി സാധ്യതകളുടെ അല്ലെങ്കിൽ ടെലിമെട്രിയിൽ ഭാരതം കൈവരിച്ച നേട്ടങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണിത്. ഭൂമിയിൽ നിന്നും പൂർണ്ണമായി നിയന്ത്രിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ബഹിരാകാശത്ത് നടത്തുന്നു എന്നത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഗവേഷണ വിജയം കൂടിയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. മറ്റൊരു സുപ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ രണ്ടും കൂട്ടിയോജിപ്പിക്കുകയും വിഘടിപ്പിക്കുകയും ചെയ്തതിനെ നേരത്തെ, അതായത് യഥാർത്ഥ ഡോക്കിംഗ്, ആദ്യഘട്ടം ഡോക്കിംഗ് നടന്ന ആ സാഹചര്യത്തിൽ വിവിധ ഘട്ടങ്ങളായി 3 മീറ്റർ വരെ ദൂരം കുറച്ച്, അതായത് 2 ഉപഗ്രഹങ്ങൾ തമ്മിൽ, അതായത് ചേസറും അതുപോലെ തന്നെ ടാർഗറ്റും തമ്മിലുള്ള 2 ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 3 മീറ്ററിലേക്ക് താഴ്ത്തി ആ 3 മീറ്ററിൽ നിന്നാണ് ഡോക്കിംഗ് പ്രോസസ്സിലേക്ക് നീങ്ങിയതെങ്കിൽ ഇന്ന് അത് 15 മീറ്ററിൽ നിന്നാണ് ഡോക്കിംഗ് പ്രോസസ്സിലേക്ക് നീങ്ങിയത്. അത് കുറെ കൂടി കൃത്യതയാർന്ന നിയന്ത്രണ വിധേയമായ മാനുവറബിളായ ഒരു സംവിധാനത്തിലേക്ക് ഈ ഉപഗ്രഹങ്ങളെ കൊണ്ടുപോകാനായി എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. അത്തരത്തിൽ നിരവധിയായ പരീക്ഷണ നേട്ടങ്ങൾ കൂടി ഈ 2ാം ഘട്ട ഡോക്കിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ വിവിധങ്ങളായ പരീക്ഷണ നിരീക്ഷണങ്ങളെല്ലാം തന്നെ തുടർന്നും നടക്കുകയാണ്. നമുക്കറിയാവുന്നതാണ് സ്പേസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ബഹിരാകാശത്ത് യോജിപ്പിക്കുമ്പോൾ അത് പെർഫെക്റ്റായി ചെയ്യുന്നതിന് വേണ്ടിയുള്ള തുടർ പ്രക്രിയകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഐസൺ, മറ്റൊരു വിഷയം, ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ സംബന്ധിച്ച് പുതിയ പദ്ധതിയുമായി ഈജിപ്തും ഖത്തറും മുന്നോട്ട് വന്നിരിക്കുന്നത്. 5 മുതൽ 7 വർഷം വരെയുള്ള വെടിനിർത്തൽ ധാരണയ്ക്കാണ് പുതിയ കരട് രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. ബന്ദികളുടെ മോചനവും സമ്പൂർണ്ണ സേനാ പിന്മാറ്റവും ഈ പുതിയ നയത്തിൽ പരാമർശിക്കുന്നുണ്ട്. നേരത്തെ ദീർഘകാല വെടിനിർത്തലും തയ്യാറാണെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നുവല്ലോ. ഐസൺ, എന്താണ് ഈ പുതിയ കരാറിൻ്റെ വിശദാംശങ്ങൾ കൂടുതലായി പറയുമ്പോൾ? വീണ, ഇക്കഴിഞ്ഞ ദിവസമാണ് ഹമാസ് ഇത് സംബന്ധിച്ച ഒരു അന്തിമമായ ഒരു നിലപാട് അറിയിക്കുകയും ചെയ്തത്. ഹമാസ് ഈജിപ്തിനെയും ഖത്തറിനെയും നമുക്കറിയാവുന്നതാണ്, ഈ 2 രാജ്യങ്ങളുമാണ് മധ്യസ്ഥ ചർച്ചകളിൽ, ഹമാസ് ഇസ്രായേൽ മധ്യസ്ഥ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. ഈജിപ്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. അത്തരത്തിൽ ഈജിപ്തിൽ ചർച്ചകൾ നടക്കുന്നതിൻ്റെ ഭാഗമായി ഹമാസ് പ്രതിനിധികൾ ഇപ്പോൾ കെയ്റോയിലെത്തി എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പുതിയതായി അത്തരത്തിലൊരു സൂചനയും പുറത്തു വരുന്നുണ്ട്. നിലവിലെ ആ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളനുസരിച്ച് ഇപ്പോൾ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്, അതായത് ഈജിപ്തും ഖത്തർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ധാരണ അല്ലെങ്കിൽ ഒരു കരട് രേഖ എന്ന് പറയുന്നത് 5 മുതൽ 7 വർഷം വരെ ദീർഘകാലമായി ഒരു വെടിനിർത്തലിനുള്ള സാധ്യത തുറക്കുക എന്നതാണ്. അത്തരത്തിൽ വെടിനിർത്തൽ സാധ്യത തുറക്കുന്നതോടുകൂടി സേനാ പിന്മാറ്റം ഉൾപ്പെടെയുള്ള, അതായത് ഗാസയിൽ വൻതോതിൽ വിന്യസിച്ചിട്ടുള്ള ഇസ്രായേൽ സേനയെ പിൻവലിക്കുക, അത് ഘട്ടം ഘട്ടമായി പിൻവലിക്കുക, അതുമാത്രമല്ല ബന്ദികളുടെ മോചനം, അതായത് തുടരുന്ന നിരവധി ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ള കസ്റ്റഡി സംവിധാനങ്ങളിൽ ഇസ്രായേലികൾ കഴിയുന്നുണ്ട്. അവരെയെല്ലാം തിരിച്ചു നൽകുക, അതുപോലെ തന്നെ യുദ്ധത്തടവുകാരായി ഇസ്രായേൽ പിടിച്ചു വെച്ചിട്ടുള്ള പാലസ്തീൻ യുദ്ധത്തടവുകാരെ വിട്ടയക്കുക, അത്തരത്തിലുള്ള എല്ലാ ധാരണകളും ഇതിന് പുറകെ നടക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് ഹമാസ് മുന്നോട്ട് വെച്ചത് 5 വർഷം അല്ലെങ്കിൽ 10 15 വർഷം അത്തരത്തിലുള്ള 3 ഇടവേളകളിലായുള്ള ഒരു വെടിനിർത്തൽ ധാരണയ്ക്കുള്ള ഒരു നീക്കമായിരുന്നു നേരത്തെ ഹമാസ് മുന്നോട്ട് വെച്ചതെങ്കിൽ അതിൽ നിന്ന് കുറെ കൂടി കൃത്യതയാർന്നൊരു നീക്കത്തിലേക്ക് 5 മുതൽ 7 വർഷം വരെയുള്ള ഒരു വെടിനിർത്തൽ ധാരണയ്ക്ക്, ദീർഘകാല വെടിനിർത്തൽ ധാരണയ്ക്ക് ഇരു സംവിധാനങ്ങളും തയ്യാറാണ് എന്നാണ് ഈജിപ്തും ഖത്തറും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ഹമാസ് തയ്യാറാണെന്നാണ് ഈജിപ്തും ഖത്തറും അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചൊരു കൃത്യതയാർന്ന മറുപടി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അമേരിക്കയും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ മറ്റൊരു സുപ്രധാനമായ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു വിലയിരുത്തലും ഒരു കമൻറ്റും ഉണ്ടായിരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ്. അതായത് തൊട്ട് മുന്നേ ദിവസം ശനിയാഴ്ചയാണ് അത് സംബന്ധിച്ചൊരു തീരുമാനമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു നിലപാടുണ്ടായത്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്നൊരു നിലപാടാണ്. അതുകൊണ്ട് തന്നെ ഹമാസിനെ അധികാരമൊഴിയുന്നതിനപ്പുറം ഹമാസ് എന്ന ഭീകര സംഘടനയെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന ഒരു നിലപാടാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു
സുപ്രധാന ഘടകം എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾ കാര്യമായി നടക്കുന്നതിനൊപ്പം തന്നെ ഗാസയുടെ പുനർനിർമ്മാണം സംബന്ധിച്ച നീക്കങ്ങളാണ്. ഗാസയുടെ പുനർനിർമ്മാണം സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് എല്ലാം വ്യക്തമാക്കിയതുപോലെ ഒരു റിവേറയാക്കും അല്ലെങ്കിൽ കടലോര വിശ്രമ കേന്ദ്രമാക്കി പുതുക്കി പണിയുക എന്ന നിർദ്ദേശമാണ് വെച്ചിരുന്നതെങ്കിൽ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത് പാലസ്തീൻ നിയന്ത്രണത്തിലുള്ള അതായത് പാലസ്തീൻ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സാങ്കേതിക വിദഗ്ധരുടെ ഒരു സംവിധാനമാണ് ഗാസയുടെ പുനർനിർമ്മാണം ഏറ്റെടുക്കുന്നതെങ്കിൽ സൈനിക പിന്മാറ്റം പോലുള്ള അതായത് ഗാസയുടെ നിയന്ത്രണത്തിൽ നിന്നും സ്വയം പിന്മാറാൻ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശത്തെ ഏത് രീതിയിലാണ് പരിഗണിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഹമാസ് മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം കൂടിയാണത്. എന്തുതന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. ഓക്കെ, ശരിയായി. മറ്റു ചില റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. പ്രധാനമന്ത്രി ദ്വിദിന സന്ദർശനത്തിനായി സൗദി അറേബ്യയിലേക്ക് പോവുകയാണ്. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ പ്രധാനമന്ത്രിയെ ജിദ്ദയിൽ സ്വീകരിക്കും. പ്രതിരോധം, നിക്ഷേപം, ഊർജം, വ്യാപാരം, സമുദ്ര സുരക്ഷ തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ചയാകും. 6 വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി സൗദിയിലെത്തുന്നത്. ബംഗളൂരുവിൽ വ്യോമസേന വിംഗ് കമാൻഡർക്ക് കന്നഡ അനുകൂലികളുടെ മർദ്ദനം. കഴിഞ്ഞ ദിവസം രാവിലെ ഭാര്യയുമൊത്ത് വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെയാണ് ബൈക്കിലെത്തിയ സംഘം ഇവരുടെ കാർ തടഞ്ഞു നിർത്തി മർദ്ദിച്ചത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന വിംഗ് കമാൻഡർ ശിലാദിത്യ ബോസ്, ഭാര്യ സ്ക്വാഡ്രൺ ലീഡർ മധുമിത എന്നിവർക്ക് നേരെയായിരുന്നു ആക്രമണം. നെറ്റിയിലും മുഖത്തും പരിക്കേറ്റ വിംഗ് കമാൻഡർ ചികിത്സ തേടി. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യോമസേന അറിയിച്ചു. മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് ആവർത്തിച്ച നേതാക്കൾ. യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി ശിഹാബ് തങ്ങളാണ് അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അത് തമാശയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, പക്ഷേ ഇത് പ്രതിരോധത്തിലാക്കുന്നുണ്ട് UDF-നെ. കാരണം അവർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് ആവർത്തിച്ചിങ്ങനെ വ്യക്തമാക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മുനവർ അലി ശിഹാബ് തങ്ങളുടെ വാക്കുകൾ, എങ്ങനെയാണ് ഇത് ഇനിയിപ്പോൾ ഏറ്റെടുക്കാൻ അവർക്ക് കഴിയുക? വീണ, ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പാണക്കാട് കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ തങ്ങന്മാരായിട്ടുള്ള ആളുകളൊന്നും ഇങ്ങനെ മുഖ്യമന്ത്രി പദത്തിന് യോഗ്യതയുണ്ട് മുസ്ലിം ലീഗിന് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളുമായി മുമ്പ് രംഗത്ത് വന്ന കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അടിക്കടി രംഗത്ത് വരുന്നത് സാദിഖ് അലി തങ്ങളും മുനവർ അലി ശിഹാബ് തങ്ങളും പോലെയുള്ള പാണക്കാട് കുടുംബത്തിലെ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ സംസ്ഥാന അധ്യക്ഷന്മാരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് സാദിഖ് അലി തങ്ങൾ മലപ്പുറത്ത് യൂത്ത് ലീഗ് നടത്തിയ എന്ന് പറയുന്ന ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായി മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യതയുണ്ട് എന്ന പ്രതികരണം ആദ്യമായി നടത്തുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആദ്യമായി നടത്തുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി തങ്ങളാണ്. മാത്രമല്ല തന്റെ അടുത്തിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയെ ചൂണ്ടിയിട്ടാണ് കോൺഗ്രസിന് സമ്മതമെങ്കിൽ മുഖ്യമന്ത്രി ഇവിടെ തന്നെയുണ്ട് എന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്. അത് വലിയ ചർച്ചകൾക്ക് UDF-ൽ വഴിവെച്ചിരുന്നു. പിന്നീട് 1-2 തവണ VD സതീശൻ അത്തരം ചോദ്യങ്ങളിൽ നിന്ന്, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും അത് സാദിഖ് അലി തങ്ങൾ തമാശ പറഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞ വിഷയം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് VD സതീശൻ നടത്തിയത്. പക്ഷേ ഇപ്പോൾ മുനവർ അലി ശിഹാബ് തങ്ങൾ, യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ, വീണ്ടും ഇത്തരമൊരു കാര്യം ആവർത്തിച്ചിരിക്കുകയാണ്. മറ്റൊരു സ്വകാര്യ ചാനലിൽ നൽകിയിട്ടുള്ള ചോദ്യത്തിനായിരുന്നു, അതിന്റെ മറുപടിക്കായിരുന്നു മുനവർ അലി ശിഹാബ് തങ്ങൾ ഇത്തരത്തിലൊരു മറുപടി നൽകിയത്. മുസ്ലിം ലീഗിന് തീർച്ചയായിട്ടും അർഹതയുണ്ട് എന്നൊരു പ്രതികരണം തന്നെയാണ് അദ്ദേഹം നടക്കുന്നത്. കോൺഗ്രസും UDF-ഉം ഒക്കെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കൾ ഈ ആവശ്യം മുന്നോട്ടേക്ക് വെക്കുമ്പോൾ തീർച്ചയായിട്ടും UDF-നെ അത് പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല എല്ലാ കാലത്തും UDF-നകത്തും കോൺഗ്രസിനകത്തും നേതൃസ്ഥാനത്തെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും ഇപ്പോൾ ഒരു 1/2 ഡസനോളം നേതാക്കളാണ് ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതിനെ ചൊല്ലിയിട്ട് കോൺഗ്രസിനകത്ത് തന്നെ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ UDF-ലെ പ്രബലമായിട്ടുള്ള ശക്തിയായിട്ടുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ തങ്ങൾക്കും യോഗ്യതയുണ്ട് എന്ന വാദവുമായി മുന്നോട്ടേക്ക് വരുമ്പോൾ അതും കൂടി പരിഗണിക്കാതിരിക്കാൻ തീർച്ചയായിട്ടും കോൺഗ്രസിന് സാധിക്കില്ല. മുന്നണിയിൽ ഉൾപ്പെടെ ഈ വിഷയം ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനമല്ലെങ്കിലും ഒരു കീ പോയിന്റ് അല്ലെങ്കിൽ കീ സ്ഥാനം എന്നുള്ള നിലയിലേക്ക് മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ടേക്ക് വെച്ചേക്കാം. അതിനുള്ള ഒരു നീക്കത്തിന്റെ
വിലപേശലിന്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഇത്തരത്തിലുള്ള മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ നേതാക്കന്മാരുടെ പരാമർശങ്ങളെ വിലയിരുത്തപ്പെടുന്നത്. ഇത്തവണ അല്ലെങ്കിൽ അടുത്ത തവണ മുന്നണിയുടെ ഭാഗമാകുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചർച്ച കൂടുതൽ സജീവമാക്കുകയും അത് മുസ്ലിം ലീഗിലേക്ക് തന്നെ എത്തിക്കാനുള്ള ശ്രമമൊക്കെയാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. നേരത്തെ 5-ാം മന്ത്രി സ്ഥാനമൊക്കെ വലിയ വിവാദമായത് നമുക്കറിയുന്നതാണ്. ആ രീതിയിൽ ഒരു വിലപേശൽ ശക്തിയായി കൂടി ഒരുപക്ഷെ മുസ്ലിം ലീഗ് മാറുന്ന കാഴ്ചയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്ന UDF-നെയും പ്രത്യേകിച്ച് കോൺഗ്രസിനെയും വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. വീണ, യെസ്, ഓക്കെ, ശരി ഗോകുൽ. അതേസമയം രാവിലെ മുതൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. തൃണമൂൽ കോൺഗ്രസ് വഴി PV അൻവർ UDF-ൽ എത്തേണ്ട എന്ന് കോൺഗ്രസിൽ ധാരണ. ഒറ്റയ്ക്കെത്തിയാലോ പുതിയ പാർട്ടി രൂപീകരിച്ചെത്തിയാലോ അൻവറിനെ സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാണ്. എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനം അനുവദിക്കില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ്. നിലമ്പൂരിൽ പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിക്കും. ഈ ആഴ്ച തന്നെ അൻവറുമായി ചർച്ച നടത്താനും ധാരണയായിട്ടുണ്ട്. അഖിൽ പാലോട്ടർ മഠമാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഖിൽ, ഈ അൻവർ ഇങ്ങനെ UDF-ന്റെ വാതിലിന് മുന്നിൽ നിൽക്കുകയാണ്, പക്ഷെ തൃണമൂൽ കോൺഗ്രസുമായി കൈ കൊടുക്കുകയും ചെയ്തു. കോൺഗ്രസിലാവട്ടെ ധാരണ നമുക്കറിയാം, അവരിപ്പോൾ തന്നെ ഇതിൽ ഈ ഇന്ത്യ സഖ്യവുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ് ഉള്ളത്. കാരണം അവിടെ ഒന്ന് ഇവിടെ ഒന്ന് എന്നൊക്കെ പറയുന്ന നിലപാടുകൾ, വ്യത്യസ്ത നിലപാടുകളൊക്കെ സ്വീകരിക്കേണ്ടി വരുന്നൊരു ഗതികേടിലാണുള്ളത്. അപ്പോഴാണ് ഈ തൃണമൂൽ കോൺഗ്രസുമായി അൻവർ വരുന്നത്. എന്താണ് അവരുടെ തീരുമാനം? വീണ, കേരള രാഷ്ട്രീയത്തിലല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലായാൽ പോലും എപ്പോഴും തെരഞ്ഞെടുപ്പുകളാണ് ഒരു മുന്നണിയിലേക്ക് പ്രവേശനം നടത്താൻ ചെറു പാർട്ടികൾക്ക് അവസരമൊരുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അൻവറും ആ വിലപേശൽ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകുന്നത്. LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കുകയും സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പിന്നീട് MLA സ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് പോവുകയും ചെയ്ത അൻവർ സ്വതന്ത്രമായ ആദ്യഘട്ടത്തിൽ നിലപാട് സ്വീകരിച്ചിരുന്നു. എങ്കിൽ പോലും രണ്ടാമത് ആദ്യം ഒരു DMK എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകുന്നു. ആ രാഷ്ട്രീയ പാർട്ടിയുമായി ചില കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് തൃണമൂൽ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി PV അൻവർ തീരുമാനമെടുത്തത്. എന്നാലും ആ തൃണമൂൽ കോൺഗ്രസിനെ ഏതെങ്കിലും മുന്നണിയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമം അൻവർ നടത്തിയെങ്കിലും കേരളത്തിൽ LDF-ലേക്ക് പോകാൻ സാധിക്കില്ല. കാരണം CPI-യുമായി അത്ര അകൽച്ചയിൽ PV അൻവർ നിൽക്കുന്നുണ്ട്. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട UDF-ൽ ആ യോഗത്തിൽ ഒരു സീറ്റ് വലിച്ചിട്ടിരിക്കുക എന്ന് തന്നെയാണ് PV അൻവർ ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ദേശീയ തലത്തിൽ കോൺഗ്രസിനെതിരെ നിലപാട് സ്വീകരിക്കുകയും കോൺഗ്രസുമായി വലിയ രീതിയിൽ പോർവിളിക്കുകയും ചെയ്യുന്ന തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ UDF-ൽ എടുത്താൽ അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തൽ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. പക്ഷേ ദേശീയ തലത്തിൽ ഉള്ളതുപോലെയാണോ കേരളത്തിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത് എന്ന മറ്റു ചില നേതാക്കളുടെ ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ രണ്ടഭിപ്രായം അൻവറിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും UDF പ്രവേശനത്തിൽ ഇപ്പോൾ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളത്, ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ മാസം 23-ാം തീയതി പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയും PV അൻവറുമായി സംസാരിക്കാൻ തീരുമാനമെടുത്തത്. പക്ഷേ പോപ്പിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുഃഖാചരണം വന്നതിൽ ആ ചർച്ച ഇപ്പോൾ മാറ്റിവെക്കുകയാണ്. പക്ഷേ അൻവർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഈ ആഴ്ച തന്നെ ചർച്ച പുരോഗമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. കാരണം ഏറ്റവും അടുത്ത ദിവസം നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നാൽ പരിപൂർണമായ പിന്തുണ നിലമ്പൂരിൽ PV അൻവറിനോട് UDF ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അൻവർ ആവശ്യപ്പെടുന്ന സ്ഥാനാർത്ഥി അംഗീകരിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ അൻവർ മുന്നോട്ട് വെക്കുന്ന ഉപാധികളൊക്കെ തന്നെ അംഗീകരിച്ചു കൊടുത്താൽ അത് വലിയ തിരിച്ചടി മുന്നണിക്കും പാർട്ടിക്കും ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. പക്ഷേ അങ്ങനെ അൻവറിനെ പിണക്കി നിർത്താനും കഴിയില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നത്. കാരണം അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുകയോ അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കുകയോ ചെയ്താൽ അത് വലിയ നഷ്ടം ഉണ്ടാക്കുക അത് കോൺഗ്രസിന് തന്നെയാണ്, UDF-ന് തന്നെയാണ്. കാരണം ആര്യാടൻ മുഹമ്മദ് മുതൽ UDF-ന്റെ സീറ്റായി നിൽക്കുന്നതാണ്. പക്ഷേ ആന്റണി കോൺഗ്രസിന്റെ കാലത്താണ് LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആര്യാടൻ മുഹമ്മദ് ജയിച്ചു വരുന്നത്. അതിനുശേഷം എല്ലാ കാലത്തും UDF-നൊപ്പം നിന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് PV അൻവറിലൂടെ ആ മണ്ഡലം LDF-ലേക്ക് പോവുകയും ചെയ്യുന്നത്. ഈ രാഷ്ട്രീയ സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ടാണ് അൻവറിന്റെ പരിപൂർണമായ പിന്തുണ UDF-ഉം കോൺഗ്രസ് നേതൃത്വവും ആവശ്യപ്പെടുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കമുണ്ടാകുന്ന ആ തർക്കം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു വലിയ പ്രതിസന്ധിയും കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപിലുണ്ട്. എന്തായാലും അൻവർ വേണമെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ പുതിയ പാർട്ടി രൂപീകരിച്ച്
സ്വീകരിച്ച് അൻവർ വരട്ടെ, തൃണമൂൽ കോൺഗ്രസ് ആയി പാർട്ടിയിലേക്ക് വരണ്ട എന്ന് തന്നെയാണ് പുതിയ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളുടെയൊക്കെ തന്നെ അഭിപ്രായമായി നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് സംബന്ധിച്ച് എന്തായാലും പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാവുമായ രമേശ് ചെന്നിത്തലയുമായി നടക്കുന്ന ചർച്ചയിൽ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ അൻവറെ ബോധ്യപ്പെടുത്തും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. വീണ. ഓക്കെ, ശരി അഖിൽ. 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതരുടെ രക്ഷിതാക്കളുടെ പങ്കിന് തെളിവില്ല എന്ന പോലീസ് വാദത്തിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്ന ആരോപണം. കുറ്റാരോപിതരായ വിദ്യാർത്ഥികളിൽ മുഖ്യപ്രതിയുടെ പിതാവിന് TP വധക്കേസ് പ്രതി TK രജീഷ് ഉൾപ്പെടെയുള്ള CPM ക്രിമിനൽ സംഘവുമായി ബന്ധമുണ്ട് എന്നതിനുള്ള തെളിവുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ ആ വഴിക്ക് അന്വേഷണം നടന്നിരുന്നില്ല എന്നാണ് ഇപ്പോൾ ആരോപണമുയരുന്നത്. ഗൂഗിൾ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗൂഗിൾ, ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു ബന്ധം വെളിപ്പെടുമ്പോൾ തന്നെ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നതാണ്. ഇത് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ എന്ന്. ഇപ്പോൾ ആ വഴിക്കാണോ കാര്യങ്ങൾ പോകുന്നത്? കാരണം എന്തൊക്കെ തെളിവുകൾ ഉണ്ടായിട്ടും സൂചനകൾ ഉണ്ടായിട്ടും ഒക്കെ ആ വഴിയിലേക്ക് അന്വേഷണം പോകാതിരിക്കുന്ന സാഹചര്യമുണ്ട്. ഉയരുന്ന ആരോപണങ്ങളും എന്താണ്? തീർച്ചയായിട്ടും വീണ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കേസിൽ ഇപ്പോൾ 6 പ്രതികളെയാണ് പിടികൂടിയിട്ടുള്ളത്. കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികൾ. 6 വിദ്യാർത്ഥികൾക്കും പ്രായപൂർത്തിയായിട്ടുള്ള അവരിപ്പോൾ വെള്ളിവാട് കുന്നിലെ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. അവരുടെയൊക്കെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി തള്ളിയതൊക്കെയാണ്. അവർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇന്ന് ഇവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഘട്ടത്തിൽ തുടക്കം മുതൽ തന്നെ ഷഹബാസിന്റെ പിതാവ് ഉന്നയിച്ചിട്ടുള്ള ആരോപണം വീണ്ടും അവർ ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. അതായത് 6 പേർക്കും പ്രായപൂർത്തിയായിട്ടില്ല, അവർക്ക് മറ്റ് ആയുധ പരിശീലനങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ നഞ്ചക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഷഹബാസിനെ മർദ്ദിച്ചത് എന്നും ഈ പ്രതികളുടെ വീട്ടിൽ നിന്ന് നഞ്ചക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പിടികൂടുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ പോലും എന്തുകൊണ്ടാണ് ഈ പ്രതികളായിട്ടുള്ള കുറ്റാരോപിതരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിലേക്ക് കേസ് അന്വേഷണം പോകാത്തത് എന്ന ആവശ്യങ്ങൾ പലതവണ ഷഹബാസിന്റെ പിതാവ് മുന്നോട്ടേക്ക് വെച്ചിരുന്നു. കാരണം നഞ്ചക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങളാണ് ഈ പ്രധാന പ്രതിയുടെ പിതാവ് ഉപയോഗിക്കുന്നത് എന്ന് നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പക്ഷേ അന്വേഷണ സംഘം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രക്ഷിതാക്കളിലേക്ക് കണക്ട് ചെയ്യുന്ന തെളിവുകളൊന്നും ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ്. ഈ ഘട്ടത്തിലാണ് പ്രതികളുടെ CPM ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഈ പ്രധാന പ്രതിയുടെ പിതാവിന് TP വധക്കേസിലെ പ്രതിയുമായിട്ടുള്ള TK രജീഷുമായി ഉള്ള ബന്ധത്തിന്റെ അത് സൂചിപ്പിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ബന്ധത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതിന് ശേഷവും ആ രീതിയിലുള്ള ഒരു അന്വേഷണം, എന്താണ് ഇവരുടെ പശ്ചാത്തലം എന്നതിനെ സംബന്ധിച്ചും അവർക്ക് ഈ കേസിൽ എത്രത്തോളം പങ്കുണ്ടാം എന്നതിനെ സംബന്ധിച്ചുള്ള തെളിവുകളൊക്കെ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ ഈ പ്രതികളുടെ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി പരിഗണിച്ച സമയത്ത് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വലിയ ആർഭാടമൊക്കെ ആയിട്ടായിരുന്നു പ്രതികളുടെ രക്ഷിതാക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അവർക്കന്ന് ജാമ്യം കിട്ടും, അതായത് പ്രായപൂർത്തിയാകാത്തവരാണ്, ജാമ്യം കിട്ടുമെന്നൊരു പ്രതീക്ഷയൊക്കെ ആ പ്രതികളുടെ രക്ഷിതാക്കൾക്കുണ്ടായിരുന്നു. അന്ന് അവർക്കത് കിട്ടിയിരുന്നില്ല. പക്ഷേ അവർ പ്രതികളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന പശ്ചാത്തലവും സാഹചര്യവും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവരുടെ ഇതിലെ സ്വാധീനം എന്താണ് അല്ലെങ്കിൽ പങ്കെന്താണ് എന്ന് സാധാരണയായി സംശയം തോന്നാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ രീതിയിൽ പോലീസ് അന്വേഷണം കൊണ്ടുപോകാത്തത് ഉന്നത രാഷ്ട്രീയ ബന്ധമാണ് എന്ന ഒരു ആരോപണം ഇപ്പോൾ കൂടുതൽ ശക്തമാവുകയാണ്. ഈ ആരോപണം ആദ്യമായിട്ടല്ല മുന്നോട്ടേക്ക് വരുന്നത്. ഷഹബാസിന്റെ മാതാപിതാക്കൾ തന്നെ വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചു പറഞ്ഞ കാര്യമാണ്. പോലീസിനോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പരാതികൾ ഷഹബാസിന്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രിക്ക് കത്തും അയച്ചിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ വിഷയം ചൂണ്ടിക്കാട്ടി പരാതി നൽകിയതിനു ശേഷവും ഈ രീതിയിലൊരു അന്വേഷണം കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നില്ല. ഈ ഇത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് പോലീസിൽ നിന്ന് ലഭിക്കുന്ന മറുപടി അവരെ കണക്ട് ചെയ്യുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നെഞ്ചക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പിടികൂടിയത് ഈ പ്രധാന പ്രതിയുടെ വീട്ടിൽ നിന്നാണ്. ആ പ്രതിയുടെ പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ നെഞ്ചക്ക് ഉപയോഗിക്കുന്നതാണ് എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വ്യക്തവുമാണ്. പക്ഷേ ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്നതിൽ രക്ഷിതാക്കൾക്ക് പങ്കില്ല, അതിനുള്ള തെളിവുകൾ ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ മറ്റൊരു വിവരം പുറത്തു വരുന്നത്, ഈ മെറ്റയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ താമരശ്ശേരി പോലീസ് തേടിയിരുന്നു. അതായത് ഈ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഈ കൊലപാതകത്തിലുള്ള അല്ലെങ്കിൽ അക്രമത്തിലുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഓഡിയോ ക്ലിപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ആൾക്കൂട്ട അക്രമത്തിൽ നടത്തി ഒരാൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ കേസ് ഉണ്ടാവില്ല, കേസ് നിൽക്കില്ല എന്നൊക്കെ കുട്ടികൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകളുടെ ആവശ്യത്തിനായിട്ട് മെറ്റയിൽ നിന്ന് വിവരങ്ങൾ തേടിയിരുന്നു പോലീസ്. മെറ്റയിൽ നിന്ന് വിവരം ലഭ്യമാകാത്തൊരു സാഹചര്യവുമുണ്ട്. ഈ ഘട്ടത്തിൽ അടുത്ത മാസം പകുതിയോട് കൂടിയിട്ട് കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവ ലഭ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു. ഈ പിതാവ് ഉൾപ്പെടെയുള്ള കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു. നേരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പരാതി നൽകിയതാണ്.
എന്തായാലും ഈ ഘട്ടത്തിൽ ഈ CPM-ന്റെ ഉന്നത ബന്ധമാണ് ഈ പ്രതികളായിട്ടുള്ള ആളുകളുടെ രക്ഷിതാക്കളെ സംരക്ഷിക്കുന്നതെന്ന ആരോപണം കൂടുതൽ ശക്തമായി വരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ പോലീസ് ഏത് രീതിയിലായിരിക്കും നീങ്ങുക എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ കൂടി ഇനി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം നിഷേധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മെയ് പകുതിയോടുകൂടി കുറ്റപത്രം സമർപ്പിക്കുന്നത് എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ സാധിച്ചത്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ഘട്ടത്തിലും ഈ കുറ്റാരോപിതരുടെ രക്ഷിതാക്കളെ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന മാതാപിതാക്കളായിട്ടുള്ള ആളുകളെ എന്തുകൊണ്ടാണ് പ്രതി ചേർക്കാത്തതെന്ന ആവശ്യം കൂടുതൽ ശക്തമാകുന്നുണ്ട്. ഓക്കെ, ശരി ഗോകുൽ. അങ്ങനെയുള്ള ആവശ്യവും ഒരുപക്ഷെ ആരോപണങ്ങൾക്കൊപ്പം തന്നെ നിലനിൽക്കുന്ന ഘടകവുമാണ്. പോലീസ് പക്ഷേ ആ തരത്തിലുള്ള അന്വേഷണമൊന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നുമില്ല. തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പ്രവർത്തനം അവതാളത്തിൽ. നഗരസഭയുടെ പരിശോധന കുറഞ്ഞതോടുകൂടി നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്കിടയിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം അട്ടക്കുളങ്ങരയിൽ ഒട്ടേറെ പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇടപെട്ടത് മണിക്കൂറുകൾക്ക് ശേഷമാണ്. ശ്രീനന്ദ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീനന്ദ, ഈ നഗരസഭയുടെ കീഴിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉണ്ട് എന്ന കാര്യം പോലും പലപ്പോഴും അറിയുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനം അവതാളത്തിൽ എന്ന് പറയാൻ ഏറ്റവും ഒടുവിലുണ്ടായ ഈ സംഭവം തന്നെ വലിയ ഉദാഹരണം. തീർച്ചയായിട്ടും വീണ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രമാണ് നഗരസഭയും അതിൻ്റെ കീഴിൽ വരുന്ന മറ്റ് ഉദ്യോഗസ്ഥരും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ ദിവസം മട്ടക്കുളങ്ങര ഉണ്ടായ ഈ ഒരു ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ ഈ ഒരു ഭക്ഷ്യസുരക്ഷയുടെ ഒരു പ്രശ്നം ഇസ്താംബുൾ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് ഉണ്ടായിരിക്കുന്നത്. അത് വൈകുന്നേരങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഭക്ഷണശാലയാണ്, ഫാസ്റ്റ് ഫുഡ് സെൻ്ററാണ്. ഈ ഫാസ്റ്റ് ഫുഡ് സെൻ്ററുകളിൽ മുൻപും ഇതുപോലെ സമാനമായ രീതിയിൽ ഭക്ഷണത്തിൽ നിന്ന് വിഷബാധയേറ്റ് നിരവധി പേർ ആശുപത്രിയിൽ ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 വർഷം മുൻപാണ് ഇതുപോലെ ഭക്ഷ്യവിഷബാധയേറ്റ് ഒരുപാട് പേർ ആശുപത്രിയിലായത്. ആ സമയത്ത് ഒന്ന് നഗരസഭ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം നമ്മളെല്ലാം നേരിട്ട് കണ്ടതാണ്. അവരുടെ കീഴിൽ വരുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആ ഒരു ചൂട് തീരുന്നവരെ എന്ന് പറഞ്ഞാൽ ആ ഒരു നാട്ടുകാർ ആ ഒരു ഭക്ഷ്യസുരക്ഷ ഇങ്ങനെ ഒരു വിഷബാധ ഏറ്റു, ആ ഒരു പ്രശ്നം ഒന്ന് ആറി തണുക്കുന്നത് വരെ മാത്രമായിരുന്നു ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആ ഒരു പ്രശ്നത്തിന്റെ കീഴിൽ ഒന്ന് പോയി ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതൊരു 6 മാസം അല്ലെങ്കിൽ ഒരു 2-3 മാസം മാത്രമാണ് നിന്നത്. അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും ഇനി 20ഓളം പേർ ആശുപത്രിയിലായതിനു ശേഷമാണ്, കുട്ടികൾ അടക്കമുള്ളവരാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലായത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അതിനെന്തെങ്കിലും ഒരു തീരുമാനം വേണം അല്ലെങ്കിൽ ഒരു പ്രശ്നപരിഹാരം എന്ന നിലയ്ക്ക് ആ മണിക്കൂറുകൾക്ക് ശേഷമാണ് ആ ഒരു ഹോട്ടലിൽ എത്തിച്ചേരുകയും ആ ഹോട്ടൽ അടച്ചുപൂട്ടുകയും ഉണ്ടായത്. എന്നാൽ അടച്ചുപൂട്ടിയതിന് ശേഷവും ആ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ മെയിൻ്റനൻസിനാണ് ഈ ഒരു ഹോട്ടൽ ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നതെന്നൊരു ബോർഡാണ് വെച്ചിരുന്നത്. ആ ഒരു ബോർഡ് ജനം TV ആണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടത്. അതിനുശേഷമാണ് ഈ ഒരു ബോർഡും എല്ലാം തന്നെ ഇവരെടുത്ത് മാറ്റാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. നമ്മൾ ഒരു വാർത്ത പുറത്ത് വിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അതുപോലെ തന്നെ നഗരസഭയുടെ കീഴിലുള്ള ബാക്കി വകുപ്പുകളും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കൂ എന്നൊരു കാര്യമാണ് നമുക്കിപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. നമ്മുടെ നഗരത്തിൽ എല്ലാവരും തന്നെ ഫാസ്റ്റ് ഫുഡിനോട് വളരെയധികം പ്രിയമുള്ള ആൾക്കാരാണ്, കുട്ടികൾ പ്രത്യേകിച്ചും. അപ്പോൾ മാതാപിതാക്കൾ എന്തായാലും കുട്ടികൾ ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് വേണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ വാങ്ങിക്കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്ന് വന്നാലും കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം എത്രത്തോളം വൃത്തിയുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. എന്നാൽ ഭക്ഷണശാലയിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ട കടമ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെതാണ്. ആ വകുപ്പാണ്, നഗരസഭയുടെ കീഴിലുള്ള ഈ വകുപ്പാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു വീഴ്ച അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ വീഴ്ചയാണ് നമ്മൾ നഗരസഭ കണ്ടില്ല എന്ന് നടിക്കുന്നത്. ഇപ്പോഴും ആ ഒരു സ്ക്വാഡ് വന്ന് അവിടെ പരിശോധന നടത്തിയതിന് ശേഷം അതിന്റെ പിന്നിൽ ഇവരെന്താണ് ചെയ്യുന്നത്, കുറച്ച് നാളുകൾക്ക് ശേഷം ഫൈൻ അടയ്ക്കുക, പിഴ അടയ്ക്കുക എന്ന് പറയുക. പിഴ അടച്ചതിന് ശേഷം വീണ്ടും ഈ സ്ഥാപനം തുറന്നു തന്നെ പ്രവർത്തിക്കും. ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ സാഹചര്യമാണ് മാറേണ്ടത്. എങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴെന്നല്ല, വരുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ഹോട്ടലുകളെല്ലാം തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എങ്ങനെയാണ് ശുചീകരണമാണോ നല്ല ഭക്ഷണമാണോ നൽകുന്നത് എന്ന കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. നഗരസഭയാണ് ഇത് ചെയ്യേണ്ടത്. അവരുടെ അനാസ്ഥയ്ക്കാണ് ഇപ്പോൾ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി ശ്രീനന്ദ. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പാക്കാൻ നടപടി ആരംഭിച്ച് കണ്ണൂർ സർവകലാശാല. എല്ലാ കോളേജുകളിലും പുറത്തുനിന്നുള്ള അധ്യാപകൻ നിരീക്ഷകനായി എത്തും. ഇതിനായി 70 പേരുടെ പട്ടിക തയ്യാറാക്കി. ഇന്നലെ മുതലുള്ള പരീക്ഷകളിൽ നിർദ്ദേശം നടപ്പിലാക്കി തുടങ്ങിക്കഴിഞ്ഞു. മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, അതെങ്ങനെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? വീണ, നമുക്കറിയാം കാസർഗോഡ് ബേക്കലിലെ ഗ്രീൻവുഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അധ്യാപകർ തന്നെ വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ ചോർത്തി നൽകിയൊരു വിഷയമുണ്ടായിരുന്നു. അത് സർവകലാശാല കൈയോടെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്.
ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നടപടിയുമായി കണ്ണൂർ സർവകലാശാല രംഗത്തെത്തിയിരിക്കുന്നത്. സർക്കാർ കോളേജുകൾ ഒഴികെയുള്ള മറ്റ് കോളേജുകളിൽ പരീക്ഷകളുടെ സുതാര്യത ഉറപ്പാക്കാനുള്ള നടപടിയുമായിട്ടാണ് സർവകലാശാല എത്തിയിരിക്കുന്നത്. എല്ലാ കോളേജുകളിലും പുറത്തു നിന്നുള്ള അധ്യാപകർ നിരീക്ഷകരായി എത്തും. ഇതിനായി 70 അധ്യാപകരുടെ ലിസ്റ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മാത്രമല്ല അത് ഇന്നലെ മുതലുള്ള പരീക്ഷകളിൽ നടപ്പാക്കി തുടങ്ങിയിട്ടുമുണ്ട്. ആവശ്യത്തിനുള്ള അധ്യാപകരുടെ പട്ടിക തയ്യാറാക്കുന്നതോടെ ഗവൺമെന്റ് കോളേജുകളിലും ഈ ഒരു നിരീക്ഷണം കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ചോദ്യപേപ്പർ ചോർന്നുവെന്ന് കണ്ടെത്തിയ ഗ്രീൻവുഡ് കോളേജിനെതിരായ നടപടിയിൽ ഈ വരുന്ന 5-ാം തീയതി തീരുമാനമെടുക്കുമെന്ന് അറിയുന്നുണ്ട്. കാരണം അന്നാണ് സിൻഡിക്കേറ്റ് സമിതിയുടെ യോഗം നടക്കുന്നത്. ആ യോഗത്തിലായിരിക്കും ഈ കോളേജിന്റെ അഫിലിയേഷൻ അടക്കം റദ്ദാക്കണമെന്നടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കുക. മാത്രമല്ല കോളേജുകളിൽ നേരത്തെ നടന്ന പരീക്ഷകളിലും ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നോ എന്ന കാര്യവും പരിശോധിച്ചു വരുന്നുണ്ട്. ചോർച്ചയുണ്ടായെന്ന് തെളിഞ്ഞാൽ പരീക്ഷകൾ വീണ്ടും നടത്തുന്ന സാഹചര്യം അടക്കമുണ്ടായേക്കുമെന്നാണ് സർവകലാശാലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. വീണ. ഓക്കെ, ശരി മിഥുൻ. കോഴിക്കോട്ട് സ്വകാര്യ ബസ്സിൽ യാത്രക്കാരന് നേരെ ഡ്രൈവറുടെ ആക്രമണം. പന്തീരങ്കാവ് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലാണ് സംഭവം. മാങ്കാവ് സ്വദേശി നിഷാദിനാണ് പരിക്കേറ്റത്. ബസ്സിന്റെ പിൻസീറ്റിൽ യാത്ര ചെയ്തിരുന്ന റംഷാദാണ് ആക്രമണം നടത്തിയത്. മറ്റൊരു ബസ്സിലെ ഡ്രൈവറാണ് ഇയാൾ. സൂചിപ്പിച്ചിരുന്നു സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇടിയോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, എന്താണ് മുന്നറിയിപ്പിൽ പറയുന്നത്? വീണ, 3 മണിക്കൂറിൽ അടുത്ത് വരുന്ന 3 മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചനം നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട അതുപോലെ തന്നെ കൊല്ലം ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മണിക്കൂറുകൾ തോറും ഈ ഒരു അലർട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ കൊടും ചൂടാണ് ഇന്നുണ്ടാവുക എന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയതെങ്കിലും ഇന്നിപ്പോൾ അത് മാറി മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് അതിശക്തമായ മഴയ്ക്കും അതുപോലെ തന്നെ കാറ്റിനുമുള്ള സാധ്യതകൾ ഉണ്ട്. അത് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ള ഒരു അറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. രാവിലെ കുറച്ച് മഴയുണ്ടായിരുന്നു. ഇനി പോകുന്ന മണിക്കൂറിൽ വരും മണിക്കൂറിൽ എന്തായിരിക്കും അവസ്ഥ എന്നത് നമുക്ക് നേരിട്ട് കണ്ടു തന്നെ അറിയണം. കാരണം മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വെയിലുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. കാലാവസ്ഥ പ്രവചനാതീതം എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്നാൽ തീരപ്രദേശങ്ങളിലുള്ളവരോട് ജാഗ്രത പാലിക്കാനും കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നുമാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്ന. മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകുന്നത് കുറയ്ക്കണമെന്നും അതുപോലെ തന്നെ ജാഗ്രത പാലിച്ചുകൊണ്ട് മാത്രം പോകണമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്ന മുന്നറിയിപ്പുകൾ എന്ന് പറയുന്നത്. വീണ. ഓക്കെ, ശരി ശ്രീനന്ദ. ഭാരതം വിശ്വഗുരുപദം അലങ്കരിക്കുന്ന ദിവസം അകലെയല്ലെന്ന മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജ്. ധർമ്മത്തിന്റെ പാതയിൽ ഉറച്ചു പോകുന്നതാണ് ഭാരത സംസ്കാരം. അതാണ് സനാതനമെന്നും സ്വാമി പറഞ്ഞു. തിരുവനന്തപുരം കിളിമാനൂർ ചെവളമഠം നാഗരാജ ക്ഷേത്രത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സ്വാമി. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ന് ഭാരതം അതിവേഗം മുന്നേറുന്ന സാഹചര്യമാണ്. ലോകം ഇന്ന് ഉറ്റുനോക്കുന്നതും ഭാരതത്തെയാണ്. ഈ സാഹചര്യത്തിലാണ് ഭാരതീയാചാര്യന്മാർ ആഗ്രഹിച്ചതുപോലെയുള്ള വിശ്വഗുരുപദത്തിലേക്ക് രാജ്യം നീങ്ങുന്നതെന്ന് മഹാമണ്ഡലേശ്വർ പറഞ്ഞു. ആ സ്ഥാനം അതിവിദൂരമല്ലാതെ രാജ്യം കരസ്ഥമാക്കുമെന്നും മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജ് പറഞ്ഞു. തിരുവനന്തപുരം കിളിമാനൂരിൽ നടന്ന ക്ഷേത്രം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാജം പൂർണ്ണമായും പ്രവർത്തിച്ചിരുന്ന ഭാരതത്തിൽ പഴയ ആ ഒരു കാലത്തിൽ ഇപ്പോൾ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ അറിയാം, ലോകത്തെ ഏറ്റവും സമ്പന്നമായ സമൃദ്ധമായ ഭൂപ്രദേശമായിരുന്നു ഭാരതം. അന്നത്തെ കാലത്തെ ഏറ്റവും ആധുനികമായ അറിവുകളുള്ള സ്ഥലമായിരുന്നു ഭാരതം. ഇപ്പോഴും ചരിത്ര ഗവേഷണങ്ങളിലൊക്കെ ഇപ്പോൾ കിട്ടുന്ന പഴയ നഗരങ്ങളുടെ അവശിഷ്ടങ്ങളും മറ്റുമൊക്കെ കണ്ടെത്തുമ്പോൾ അന്നത്തെ ഏറ്റവും ആധുനികമായ നഗര സംവിധാനങ്ങൾ, വികസന സൗകര്യങ്ങൾ ഉള്ള സ്ഥലമായിരുന്നു ഭാരതം. ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയ സ്വാമിജിയെ ക്ഷേത്രം ഭാരവാഹികൾ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. ആദിദൈവികതയുടെ ലോകത്താണ് ദേവതാ സങ്കല്പമുള്ളത്. കാവ് സങ്കല്പം പ്രകൃതിയുമായി യോജിച്ചു പോകുന്നതാണ്. അത് സംരക്ഷിക്കപ്പെടണമെന്നും സ്വാമി പറഞ്ഞു. തിരുവനന്തപുരം ചെവളമഠം ശ്രീനാഗരാജ ക്ഷേത്രത്തിലെ കാവിലമ്മയ്ക്ക് ഒരു പിടി മണ്ണ് എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്വാമി. ചടങ്ങിൽ സാംസ്കാരിക ആത്മീയ മേഖലകളിലെ നിരവധി പേർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.
ഉത്സവത്തിനിടെ ലഹരി സംഘത്തിന്റെ ആക്രമണമുണ്ടായ സംഭവത്തിൽ പ്രതിഷേധവുമായി ചങ്ങനാശ്ശേരി മാടപ്പള്ളി ക്ഷേത്ര വിശ്വാസികൾ. ലഹരി സംഘത്തിനെതിരെ പോലീസ് നടപടി വൈകുന്നതിനെതിരെ വിശ്വാസികൾ പ്രതിഷേധ പ്രകടനം നടത്തി. സ്ത്രീകൾ ഉൾപ്പെടെ 100-ലധികം ആളുകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വക്താവ് ES ബിജു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഉത്സവം അലങ്കോലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ലഹരി സംഘം ക്ഷേത്രത്തിൽ സംഘർഷം സൃഷ്ടിച്ചതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ആരോപിച്ചു. വിഷുദിവസം നഞ്ചക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി യുവാക്കൾ ക്ഷേത്രത്തിൽ ആക്രമണം നടത്തിയതായി തൃക്കൊടിത്താനം പോലീസിൽ ഭാരവാഹികൾ പരാതി നൽകിയിരുന്നു. മുതലപ്പുഴി മണൽ മൂടിയതിനെ തുടർന്ന് വെള്ളം കയറിയ വീടുകൾ സന്ദർശിച്ച BJP തിരുവനന്തപുരം നോർത്ത് ജില്ലാ പ്രസിഡന്റ് RS രജികുമാറിന്റെ നേതൃത്വത്തിലാണ് 5-തെങ്ങ് മേഖലയിലെ വീടുകളിലെത്തി ദുരിതബാധിതരെ നേരിൽ കണ്ടത്. വിവിധ കാലയളവുകളിൽ ഡ്രഡ്ജിംഗ് നടക്കുന്നതിൽ ഹാർബർ വകുപ്പ് കാട്ടിയ അനാസ്ഥയാണ് മുതലപ്പുഴി പൂർണ്ണമായും മണൽ മൂടി മത്സ്യബന്ധനം നിലയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. ഈ വിഷയം പരിഹരിച്ചു നൽകുന്നതിലും സർക്കാർ ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ മെല്ലെപ്പോക്ക് നയമാണ് ഇപ്പോൾ 8ഓളം പഞ്ചായത്തുകളിലെ ജനങ്ങളെ മുക്കിക്കൊല്ലുന്നതിന് സമാനമായ സാഹചര്യം സൃഷ്ടിച്ചത്. അടിയന്തരമായി സർക്കാർ ഈ വിഷയങ്ങളിൽ പരിഹാരം കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പൊഴിമുറിയലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിത് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ പൊഴി മുറിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ കുറച്ച് പേർക്ക് മത്സ്യബന്ധനം നടത്തണം, അത് ബാക്കി പൂർവ്വസ്ഥിതിയിലെത്തണമെന്ന ഒരു ഇത് പറഞ്ഞുകൊണ്ടാണ്, ആശങ്ക ഉണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യം ചെയ്യാതെ വച്ചിരിക്കുന്നത്. ഇതിന് കറക്റ്റായ ഒരു ഇത് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഉപജീവന മാർഗം നടത്തുന്നതോടൊപ്പം തന്നെ ഒട്ടനവധി വീടുകളും നമ്മുടെ ഇതിനകത്ത് ഉണ്ട്. ആ വീടുകളെയും നമ്മൾ സംരക്ഷിക്കണമല്ലോ. നമ്മുടെ ഒരാളിൻ്റെ വീടുകളും ഇതെല്ലാം സംരക്ഷണം ചെയ്യുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെ ഇത് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് പൊതുസ്ഥലം അല്ലെങ്കിൽ പൊതുജനം ഇതിന് കാര്യങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് നമ്മൾ ഈ കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതാണ് പ്രധാനമായിട്ടും. പിന്നെ ഈ ഒറ്റപ്പെട്ട ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ചേട്ടനിപ്പോൾ ഈ കാര്യം ചെയ്യുന്നു. ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ മറ്റുള്ള ഒരാൾ വിചാരിക്കുന്നത് ചേട്ടൻ്റെ ലാഭം അതല്ല. നിങ്ങൾ മുതലാളിമാരല്ലേ, അപ്പോൾ അതല്ല ഇതിനകത്ത്. പാലക്കാട് ജില്ലാ ജയിലിൽ തടവുകാർക്ക് വഴിവിട്ട സഹായം നൽകിയെന്ന കണ്ടെത്തലിൽ മുൻ ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 2023 ജയിലിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടായിരുന്ന ദിനേശ് ബാബുവിനെതിരെയാണ് കേസ്. പാലക്കാട് വിജിലൻസ് യൂണിറ്റാണ് കേസെടുത്തത്. 2023 മലപ്പുറം എടവണ്ണ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് വഴിവിട്ട സഹായം കണ്ടെത്തിയിരിക്കുന്നത്. അരുൺ ആലത്തൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, എങ്ങനെയാണ് ഈ വഴിവിട്ട അന്വേഷണം നൽകിയത്? ഇപ്പോൾ എങ്ങനെയാണ് ഇതിന്മേൽ കൂടുതൽ അന്വേഷണവും ഒക്കെ വരുന്നത്? വീണ, പാലക്കാട് മലമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ ജയിലിലാണ് തടവുകാർക്ക് ഉദ്യോഗസ്ഥൻ വഴിവിട്ട സഹായം നൽകിയതായി കണ്ടെത്തുകയും തുടർന്ന് മുൻ ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. 2023 ഈ ജയിലിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടായിരുന്ന ദിനേശ് ബാബുവിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പാലക്കാട് വിജിലൻസ് യൂണിറ്റാണ് കേസെടുത്തത്. തിരുവനന്തപുരം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർ യോഗേഷ് ഗുപ്തയുടെ നിർദ്ദേശാനുസരണമാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. 2023 മലപ്പുറം എടവണ്ണ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു ക്രിമിനൽ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ വഴിവിട്ട സഹായം കണ്ടെത്തിയത്. അതായത് മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ ഫോൺ കോളുകളും മെസ്സേജുകളും ഒക്കെ പരിശോധിച്ചതിൽ ഈ ഉദ്യോഗസ്ഥൻ പ്രതികളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നതായി കണ്ടെത്തുകയായിരുന്നു. ജയിലിനകത്ത് അനർഹമായ സൗകര്യങ്ങൾ ഈ പ്രതികൾക്ക് ഉദ്യോഗസ്ഥൻ ചെയ്തു കൊടുത്തതായും ഇതിന് പ്രതിഫലം വാങ്ങിയതായുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. തുടർന്ന് ഈ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയാണ് സംസ്ഥാന പോലീസ് മേധാവി മുഖാന്തരം അയച്ച സ്പെഷ്യൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദിനേശ് ബാബുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അന്വേഷണം ഇതേമായി നേരത്തെ തന്നെ ഈ ഉദ്യോഗസ്ഥനെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റുന്ന നടപടികളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഓക്കെ, ശരി. പുത്തൻപുലയിൽ നമ്മൾ ഒട്ടനവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു. തുടക്കം മുതൽ ഇങ്ങോട്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ, ഇന്ന് വാർത്ത ആകാനിരിക്കുന്നവ, ഇന്നലെ ലേറ്റ് നൈറ്റിൽ സംഭവിച്ച പ്രധാനപ്പെട്ട രാജ്യാന്തര വാർത്തകളൊക്കെയും ഈ മണിക്കൂറിൽ നമ്മോടൊപ്പം ചേരുന്ന പ്രേക്ഷകരുണ്ടാകും. നിങ്ങൾക്കായി ചെറിയ ചെറിയ നോട്ടുകൾ കൂടി ഈ വാർത്തകളിന്മേൽ ഞങ്ങൾ നൽകുകയാണ്. സംസ്ഥാനത്ത് മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന കർശനമാക്കുമെന്ന് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം. ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾക്ക് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തുകയാണ് പരിശോധന കർശനമാക്കുന്നത്. ഗുണനിലവാരമില്ലാത്ത മരുന്നുകളുടെ ഉപയോഗം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നേരത്തെ തന്നെ കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു.
ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളും ജീവൻ രക്ഷാ മരുന്നുകളും ഉൾപ്പെടെയുള്ള 35 ഇനം അലോപ്പതി മരുന്നുകൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഡയബറ്റീസ്, ഹൈപ്പർടെൻഷൻ, ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ മിശ്രിതങ്ങളും നിരോധിത പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഗുണനിലവാരമില്ലാത്ത ഇത്തരം മരുന്നുകളുടെ ഉപയോഗം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകുന്ന മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന കർശനമാക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സാമ്പിളുകൾ പരിശോധിക്കുമെന്ന് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം അറിയിച്ചു. ദേശീയ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ നടത്തിയ പരിശോധനയിൽ ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയ 56 ബാച്ചുകളിൽ 21 ബാച്ചുകൾ കേരളത്തിലെയായിരുന്നു. ചില സ്വകാര്യ കമ്പനികൾ നൽകുന്ന മരുന്നുകളാണ് വ്യാപകമായി ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയിട്ടുള്ളത്. മരുന്നുകൾ കഴിച്ച ശേഷം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലോ പരാതി ലഭിച്ചാലോ മാത്രമാണ് മരുന്ന് വിതരണം നിർത്തി ഗുണനിലവാര പരിശോധന നടത്തുന്നത്. വ്യാപകമായി വിതരണം ചെയ്തതിനു ശേഷം പിന്നീട് നിർത്തിവെക്കുന്നത് വഴി കോടികളാണ് സർക്കാരിന് സാമ്പത്തിക നഷ്ടം. വിതരണത്തിന് മുൻപ് പരിശോധന നടത്താൻ കൃത്യമായ സംവിധാനം ഒരുക്കണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ജനം, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിൽ കേരള സർവകലാശാലയെ പങ്കാളികളാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങൾ. സർവകലാശാലകളുടെ സ്വതന്ത്ര പരിവേഷവും വിശുദ്ധിയും നടപടിയില്ലാതാക്കുമെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിമർശിച്ചു. സർക്കാർ നടപടി ഗവേഷണ പദ്ധതികൾ അടക്കം പ്രതിസന്ധിയിലാക്കും. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് നൽകി. കേരള സർവകലാശാലയിലെ BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എന്റെ കേരളം പ്രചരണ പരിപാടിയിലാണ് സർവകലാശാലകളെ പങ്കാളിയാക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇതിനെതിരെയാണ് പ്രതിഷേധം. സർവകലാശാലകൾ പോലുള്ള സ്വതന്ത്ര സംവിധാനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള സർക്കാർ നീക്കം അനുചിതമാണെന്നാണ് BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതികരിക്കുന്നത്. കേരള സർവകലാശാലയ്ക്കും കോട്ടയം MG സർവകലാശാലയ്ക്കുമാണ് പരിപാടിയുടെ ഏകോപന ചുമതല. ജില്ലാതല പരിപാടിയിൽ 1000 അടി വിസ്തീർണമുള്ള സ്റ്റാൾ, പ്രൊമോ വീഡിയോ, സർവകലാശാലയുടെ മികവ് പ്രകടമാക്കുന്ന അനുബന്ധ പരിപാടികൾ എന്നിവ ഉൾപ്പെടുത്തണം. കൂടാതെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുമായി മുഖ്യമന്ത്രി നടത്തുന്ന സംവാദത്തിൽ സർവകലാശാലയുടെ സ്വന്തം ചെലവിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സർക്കാരിന്റെ ഈ നടപടിക്കെതിരെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സർവകലാശാലയ്ക്ക് അനുവദിച്ച ബജറ്റ് വിഹിതത്തിൽ പോലും വെട്ടിക്കുറവുകൾ ഏർപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് സർവകലാശാലകൾ കടന്നുപോകുന്നത്. അതിനിടയിലുള്ള ഇത്തരം നടപടികൾ സർവകലാശാലയ്ക്ക് അധിക ബാധ്യത ഏർപ്പെടുത്തുമെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിമർശിക്കുന്നു. സർക്കാരിന് ഭരണ തുടർച്ച ലഭിക്കുക എന്നത് ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെയും ഇടത് മുന്നണിയുടെയും താൽപര്യമാണ്. സർവകലാശാലയ്ക്ക് ഇതിൽ യാതൊരു താൽപര്യവുമില്ലെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കി. സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കത്തും നൽകി. ജനം, തിരുവനന്തപുരം. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ നടി വിൻസിയുടെ പരാതിയിൽ ICC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾക്കൊരുങ്ങി ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി. റിപ്പോർട്ട് ലഭിച്ച ശേഷം മോണിറ്ററിംഗ് കമ്മിറ്റി ചേരും. വിവിധ സിനിമാ സംഘടനകളുടെ പ്രതിനിധികൾ ചേർന്നതാണ് ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി. സൂത്രവാക്യം സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് നടൻ ഷൈൻ ടോം ചാക്കോ തന്നോട് മോശമായി പെരുമാറിയെന്നായിരുന്നു നടി വിൻസി അലോഷ്യസിന്റെ പരാതി. ഈ പരാതിയുടെ ഭാഗമായി സൂത്രവാക്യം സിനിമയുടെ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഇന്നലെ കൊച്ചിയിൽ യോഗം ചേർന്ന് ഷൈൻ ടോം ചാക്കോയുടെയും വിൻസിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ICC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. സൂത്രവാക്യം സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ മൊഴിയും ഇക്കാര്യത്തിൽ നിർണായകമാകും. ഇതുവരെയുള്ള ICC ഫിലിം ചേംബർ നടപടികൾ തൃപ്തികരമെന്നാണ് വിൻസിയുടെ നിലപാട്. ലഹരിക്കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് നടപടികൾ മുറുകുന്നതിനിടെയാണ് വിൻസിയുടെ പരാതിയിൽ സിനിമാ സംഘടനകളുടെ അന്വേഷണ നടപടികൾ. ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിന് അനുസൃതമായി താരസംഘടനയായ അമ്മയും തുടർ നടപടികൾ സ്വീകരിക്കും. ജനം, കൊച്ചി. PV അൻവറിന്റെ UDF പ്രവേശനം അത്ര എളുപ്പമല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ വെട്ടിലായി നിലമ്പൂർ കോൺഗ്രസ് നേതൃത്വം. അൻവറിനെ പിണക്കി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനാവില്ല എന്ന കണക്കുകൂട്ടലാണ് നേതാക്കൾ. എന്നാൽ മുന്നണി പ്രവേശനം നടക്കാത്തതിൽ അൻവറിനും അതൃപ്തിയുണ്ട്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷയെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ആശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വം. PV അൻവർ UDFന് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും മുന്നണിയിൽ എടുക്കാത്തതിൽ അസ്വസ്ഥനാണ്. ഇതാണ് കോൺഗ്രസ് നേതൃത്വത്തെയും വലയ്ക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനോട് വിയോജിപ്പുള്ള അൻവർ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അഭിപ്രായമാണ് പറഞ്ഞിരുന്നത്. എങ്കിലും മുന്നണി ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും അൻവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. UDF മുന്നണിയിൽ പ്രവേശനം ലഭിക്കാൻ തൃണമൂൽ കോൺഗ്രസ് നേതാവ് കൂടിയായ
അൻവർ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല. തൃണമൂൽ കോൺഗ്രസിനെ ഇപ്പോൾ മുന്നണിയിൽ എടുക്കേണ്ടെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ്. എന്നാൽ തിരഞ്ഞെടുപ്പിൽ അൻവറിനെ പിണക്കി മുന്നോട്ട് പോകാനും കഴിയാത്ത അവസ്ഥ. നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് UDFന് അനിവാര്യമാണ്. PV അൻവർ കാലുമാറിയതോടെ LDFനും അഭിമാന പോരാട്ടമാണ് നിലമ്പൂരിൽ. കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ കൂടിയായ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ ആര്യാടൻ ഷൗക്കത്ത് കാലുവാരുമെന്ന് ഉറപ്പ്. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അൻവറിന്റെ പിന്തുണ ഉണ്ടാകുമോ എന്ന ഭയവും നേതൃത്വത്തിനുണ്ട്. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. 2 മണിക്കൂർ നീണ്ട പുത്തൻ പുലരി ഇപ്പോൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷവും റിപ്പോർട്ടുകൾ തുടരും. ലൈവ് റിപ്പോർട്ട്സ് ഉണ്ടാകും. നമസ്തേ.